1896 വരെ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള ചിന്തയെ ലോകത്തില്ല, ഒരു ചർച്ചയെ ലോകത്തില്ല. ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ കാണേണ്ടതായിരുന്നു, കണ്ടിട്ടില്ല. അങ്ങനെ ഒരു രാജ്യം ഇല്ലെന്ന് മാത്രമല്ല, രാജ്യ ചിന്ത പോലും 1896 വരെ. 1896 തിയോഡാർ ഹർസൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഒരു ലഘുലേഖ എഴുതിയുണ്ടാക്കി. അതിൽ അദ്ദേഹം പറഞ്ഞു, ജൂതന്മാർക്ക് ലോകത്തൊരു ഭൂമിയില്ല, അവർ ലോകത്താകെ ചിതറിക്കിടക്കുകയാണ്, അവർക്കൊരു വാഗ്ദത്ത ഭൂമി വേണം. വേദഗ്രന്ഥത്തിൽ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഉണ്ടാക്കാൻ പരിശ്രമിക്കണം എന്നൊരു ചിന്ത അദ്ദേഹം തൊടുത്തുവിട്ടു. ആ ചിന്ത തൊടുത്തുവിട്ടതോടുകൂടി ജൂതന്മാർ അത് ഏറ്റുപിടിച്ചു. അടുത്ത വർഷം 1897 സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒരു യോഗം വിളിച്ചു. സയനിസം എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ട് അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിന് തുടക്കമിട്ടു. അന്ന് മുതൽ അവരൊരു വാഗ്ദത്ത ഭൂമി എവിടെ ഉണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും മനസ്സിലാക്കണം എന്റെ മുമ്പിൽ ആൾക്കാർ. പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഈ ചരിത്രം അറിഞ്ഞിരിക്കണം. പത്രങ്ങളൊന്നും അങ്ങനെ ആ ചരിത്രം വൃത്തിയായിട്ട് എഴുതൂല. കാരണം ഇല്ലാത്തൊരു രാജ്യം ഉണ്ടായത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ആളുകളുടെ മനസ്സിൽ മാറ്റം വരും. ഇപ്പോൾ ആളുകളുടെ മുമ്പിലുള്ള ചിന്ത എന്താ? ഒരു രാജ്യത്തെ രണ്ട് രാജ്യത്തിന്റെ അവകാശികൾ തമ്മിൽ തല്ലുന്നതാണ്. ഇവർ രണ്ടുപേരും ആ നാടിന്റെ അവകാശികളാണ് എന്നൊരു ചിന്തയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ പ്രദേശം ഒരുപാട് ഭരണകൂടങ്ങൾ ഭരിച്ച പ്രദേശമാണ്. AD 634 ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കാലത്ത്, ഞാൻ അങ്ങനെ സാവധാനം പറയുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, എഴുതുന്നവർ എഴുതുക ചെയ്യാം. AD 634 ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കാലത്താണ് ആ പ്രദേശം ഇസ്ലാമിനെ കീഴ്പ്പെട്ടത്. പിന്നെ ആ പ്രദേശം കുരിശുദ്ധക്കാർ തിരിച്ചു പിടിച്ചു. 90 കൊല്ലം കഴിഞ്ഞപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഇങ്ങോട്ട് തന്നെ പിടിച്ചു. ഉമർ റളിയല്ലാഹു തആല അത് പിടിച്ചു തന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാക്കിയപ്പോഴും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അത് പിടിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ഒരക്രമം അവിടെ കാണിച്ചിട്ടില്ല. ജൂതന്മാർക്ക് പരാതി ഉണ്ടായിട്ടില്ല, ക്രിസ്ത്യാനികൾക്ക് പരാതി ഉണ്ടായിട്ടില്ല, ആർക്കും പരാതി ഉണ്ടായിട്ടില്ല. കുരിശുദ്ധക്കാർ കുറെ അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്, ശരിയാണ്. അതിനുശേഷം ആ പ്രദേശം മംലൂക്കികൾ ഭരിച്ചു. അതിനുശേഷം ഒട്ടോമൻ ഭരണകൂടത്തിന്റെ കീഴിൽ നിൽക്കുന്ന സമയത്ത് 1516 മുതൽ ഒട്ടോമൻ ഭരണകൂടത്തിന്റെ കീഴിലാണ്. ഒട്ടോമൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിയാം, സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒട്ടോമൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഉസ്മാനിയ ഖിലാഫത്താണ്. ഉസ്മാൻ എന്നത് ഇംഗ്ലീഷിൽ ഓത്ത്മാൻ എഴുതിയിട്ട് ഒട്ടോമൻ എന്ന് വായിച്ചത്. അത് ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അല്ല കേട്ടോ. അത് തുർക്കി കേന്ദ്രീകരിച്ച് ഭരണം തുടങ്ങിയ ഉസ്മാൻ ഒന്നാമൻ എന്ന പ്രഗത്ഭനായ ഭരണാധികാരിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ വലിയൊരു രാജ്യമാണ്. ലോകത്തിന്റെ മിക്ക ഭാഗത്തും അവരുടെ ശക്തി പരന്നിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും അവരെ കീഴിലായി. അതിലേക്ക് ഞാൻ വരാം. ഞാൻ ഈ സംഭവം നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിൽ അർത്ഥം, അങ്ങനെ ഒട്ടോമൻ ഭരണത്തിന്റെ കീഴിൽ ഈ പ്രദേശം നിൽക്കുമ്പോൾ അവിടെ ജൂതന്മാരെ ആരാധിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ആരാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈ ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന ജെറുസലേം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്, ഒരു കുന്നും പ്രദേശമാണ്. അവിടെ 3 മതങ്ങൾക്കും പ്രധാനമാണ്. ജൂതന്മാർക്ക് പ്രധാനമാണ്, മുസ്ലിങ്ങൾക്ക് പ്രധാനമാണ്, ക്രിസ്ത്യാനികൾക്ക് പ്രധാനമാണ്. അതെങ്ങനെ 3 കൂട്ടർക്കും ഒരു സ്ഥലം പ്രധാനമായത്? 3 ഒന്നായതുകൊണ്ട്. 3 ഒന്നാണ്. 3 ഒന്നാണെന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചവരാണ് ജൂതന്മാർ. പിന്നെ എന്തേ പറ്റിയത്? എന്റെ ശേഷമുള്ള പ്രവാചകന്മാർ അംഗീകരിച്ചില്ല, ഈസാ നബിയെ അംഗീകരിച്ചില്ല. ഈസാ നബിയെ കുരിശിലേറ്റിയത് ജൂതനാണ് എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ ലോകത്ത് വമ്പിച്ച സംഘടനകൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശി കയറ്റി എന്നുള്ളത് വിശ്വസിക്കുന്നില്ല. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു, കൊന്നിട്ടില്ല, കുരിശ് തറച്ചിട്ടില്ല. അങ്ങനെ അവര് കൊല്ലാൻ വന്നപ്പോ വേറൊരാൾക്കാർ രൂപം കൊടുത്തിട്ടേ ഉള്ളൂ. അതാണ് നമ്മളും അവരും തമ്മിൽ വ്യത്യാസം. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ആൾക്കാരാണ്. അതിന്റെ ശേഷം വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ അത് 3 ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 3 കൂട്ടരും അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രമുണ്ട്. നമുക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രം ബൈത്തുൽ മുഖദ്ദസ്.
പിന്നെ ബൈത്തുൽ മുഖദ്ദിസിന്റെ തൊട്ട് മുമ്പിൽ ഖുബ്ബത്തു സഖറ, നമ്മളൊക്കെ ചിത്രത്തിൽ കാണുന്ന ആ മനോഹരമായ ഒരു ഡോം കണ്ടിട്ടുണ്ടാവില്ല, മഞ്ഞ നിറത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടില്ലേ? അതല്ല ബൈത്തുൽ മുഖദ്ദിസ്. അത് നബി തങ്ങൾ മിഅ്റാജിന് പോയ ഒരു വലിയ പാറ, സഹറ പാറ. ആ പാറന്റെ മുകളിൽ പിന്നീട് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന ഭരണാധികാരി വട്ടത്തിൽ ഒരു പള്ളി ഉണ്ടാക്കി. പാറ വട്ടത്തിൽ വലിയ പാറയാണ്, ഈ സ്റ്റേജോളം വലിപ്പമുള്ള ഒരു പാറയാണ്. അതിന്റെ ചുറ്റുവട്ടത്ത് വൃത്തത്തിൽ വലിയൊരു പള്ളി ഉണ്ടാക്കി. ആ പാറ അതിന്റെ നടുക്കാക്കി വലിയൊരു മിനാരം, ഒരു ഗ്ലോബ്, മിനാരം എന്ന് പറഞ്ഞുകൂടാ, വലിയൊരു ഡോം, അതാണ് ഡോം ഓഫ് ദി റോക്ക്. ആ ഡോമിന് ഹുസൈൻ രാജാവ്, ജോർഡാനിലെ ഹുസൈൻ രാജാവ് തന്റെ ലണ്ടനിൽ ഉണ്ടായിരുന്ന ഒരു വീട് വിറ്റിട്ട് 80 കിലോ സ്വർണം കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിലും അതുപോലെ തന്നെ ആ പള്ളിന്റെ പല ഭാഗത്തും സ്വർണം പൂശി ഭംഗിയാക്കി. അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഫോട്ടോ എടുത്തിട്ട് ബൈത്തുൽ മുഖദ്ദിസ് സാധാരണ പറയാം, അതല്ല ബൈത്തുൽ മുഖദ്ദിസ്. അത് നബി തങ്ങൾ മിഅ്റാജിന് കയറിപ്പോയ സ്ഥലത്തുള്ള പള്ളിയാണ്. കയറിപ്പോയത് അതിന്റെ ഉള്ളിലുള്ള പാറയിൽ നിന്ന്. നമുക്കവിടെ സന്ദർശിക്കാൻ പറ്റും, കാണാനൊക്കെ പറ്റും. ഞാൻ അത്ര കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞ് ഞാനത് കണ്ടു ബോധ്യപ്പെട്ടുകൊണ്ട് പൊങ്ങച്ചം പറയല്ല, 32 തവണ ആ സ്ഥലം എനിക്ക് സന്ദർശിക്കാൻ പറ്റി. 32 തവണ അവിടെ പോകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആ പ്രദേശം അതേപോലെ പ്രധാനമാണ് ക്രിസ്ത്യാനികൾ. എന്താ കാരണം? അവർ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ ഒരു പള്ളി ഉണ്ടാവും. അവരുടെ വിശ്വാസമാണ് ഹോളി സെപ്പൽക്കർ ചർച്ച് എന്നാ പറയുക. പഠിക്കുന്ന കുട്ടികൾ നെറ്റ് എടുത്തിട്ട്, ഏതായാലും നെറ്റിൽ ഇങ്ങനെ കുത്തി കളിക്കുമല്ലോ ഒഴിവുള്ള സമയത്ത്, കാര്യമായിക്കോട്ടെ, ഹോളി സെപ്പൽക്കർ ചർച്ച് നടച്ചു നോക്കിയാൽ യേശുവിനെ കുരിശിലേറ്റിയ പള്ളി. ആ പള്ളിയിലാണ് കുരിശിലേറ്റിയത്. അവിടുന്ന് പിന്നെ എടുത്ത് കിടത്തിയ കല്ല് അവിടെ ഉണ്ട്, മറവ് ചെയ്ത സ്ഥലം അവിടെ ഉണ്ട്. അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. ആ സ്ഥലം അടുക്കുന്ന വലിയൊരു പള്ളിയാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവ് ഹെലാന പുതുക്കി പണിത നല്ല മനോഹരമായ പഴക്കം ചെന്ന പള്ളി ഉണ്ടാവും. ക്രിസ്ത്യാനികളുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ്. ക്രിസ്ത്യാനികളുടെ ലോകത്തെ 1-ാം നമ്പർ പള്ളി. അതൊക്കെ കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് വേറെ പള്ളിയുണ്ട്. 2-ാമത്തെ പള്ളി തൊട്ടപ്പുറത്തുണ്ട്, ബത്ലഹേമിൽ. മറിയം ബീവി ജനിച്ചു എന്ന് അവർ പറയുന്ന സ്ഥലത്തുണ്ടാക്കിയ പള്ളി. മറിയം ബീവി അല്ല, മറിയം ബീവി പ്രസവിച്ചു അഥവാ യേശുക്രിസ്തുവിനെ പ്രസവിച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന പള്ളി. ആ പള്ളിക്ക് കനീസത്തുൽ മഹ്ദ് എന്നാ പറയാ. ഈ പള്ളിക്ക് കനീസത്തുൽ ഖിയാമ എന്നാ പറയാ. ഇംഗ്ലീഷിലെ ഹോളി സെപ്പൽക്കർ ചർച്ച് എന്നാ പറയാ. ഗോൽഗുത്താൻ മലയിലെ പള്ളി എന്നൊക്കെ അവർ പറയും. ഇവിടുന്നൊക്കെ ധാരാളം ക്രിസ്ത്യാനികൾ അവിടെ സന്ദർശിക്കാൻ വരാറുണ്ട് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വേറെ പറയാണ്ട്, അത് പിന്നെ പറയാം, അതല്ല വിഷയം. ചുരുക്കത്തിൽ ഈ 3 കൂട്ടർക്കും പ്രാധാന്യമുള്ള ഈ പ്രദേശത്ത് ഒട്ടോമൻ ഭരണകൂടം ഭരിക്കുന്ന സമയത്ത്, മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലത്തൊക്കെ ജൂതന്മാര് വരും, അവർ ആരാധിച്ചു പോകും. ക്രിസ്ത്യാനികൾ ആരാധിച്ചുകൊണ്ടിരുന്നു, മുസ്ലിങ്ങൾ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഒരു കുഴപ്പമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു കരാറുണ്ടാക്കിയിരുന്നു. അദ്ദേഹം എഴുതി കൊടുത്തൊരു കരാറുണ്ട്. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ ജീവിക്കണം, എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇത് 3 ഒന്നാം അദ്ദേഹത്തിന് അറിയാവുന്ന. ഇന്നും അവിടെ ഒരു വലിയ ഫലകം തൂക്കിയത് കാണാൻ കഴിയും. ബൈത്തുൽ മുഖദ്ദിസിലല്ല, ഈ ഹോളി സെപ്പൽക്കർ ചർച്ചിന്റെ തൊട്ടുപുറത്തൊരു പള്ളി, മസ്ജിദ് ഉമർ എന്ന് പറയുന്ന ഒരു പള്ളി. ആ പള്ളി ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയാം, നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാവും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരാർ ഒപ്പിടാൻ വേണ്ടി വന്നു അവിടെ. അതിന്റെ കാരണം അബൂബൈദ റളിയല്ലാഹു അൻഹും അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹും പേർഷ്യക്കാർക്കെതിരെയും അതുപോലെ റോമക്കാർക്കെതിരെയൊക്കെ പൊരുതാൻ മുന്നിൽ നിന്നാണ്. ശത്രുക്കളെ തുരത്തി അവസാനം അവർ ഖുദ്സ് ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് അവിടെ ഭൂരിപക്ഷവും ഭരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി ക്രിസ്ത്യൻ വിഭാഗമാണ്. അതിൽപ്പെട്ട സഫറോ ന്യൂസാണ്. സഫറോ ന്യൂസിനോട് അവർ സന്ദേശം കൊടുത്തു, ഞങ്ങള് 3 മതങ്ങളുടെയും സംഗമ ഭൂമിയായ ഈ പ്രദേശം ആക്രമിച്ച് കീഴടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്ക് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു രേഖയുണ്ടാക്കി സഹകരിച്ച് മുന്നോട്ട് പോകാം, ഭരണം ഇസ്ലാമിനായിരിക്കും. സഫറോ ന്യൂസ് എന്ന ഭരണാധികാരി അത് അംഗീകരിച്ചു. കാരണം അദ്ദേഹത്തിന് പിന്നെ ആ ഒരു സഹായത്തിനില്ല, മുസ്ലിങ്ങൾ ചുറ്റുപാടൊക്കെ ഭരിക്കുന്ന സമയം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെറും പടയാളികളാണ്, പടയാളികളോട് കരാറൊപ്പിടാൻ ഞാനില്ല, ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയാണ്. നിങ്ങളെ ഖലീഫ മദീനയിൽ നിന്ന് വരുമോ എന്നാ കരാറൊപ്പിടാൻ. മുസ്ലിങ്ങൾക്ക് അന്ന് ശക്തമായി തിരിച്ചടിക്കാനുള്ള സൈനിക ബലം കയ്യിലുണ്ട്. പക്ഷെ അവരത് ചെയ്തില്ല. സമാധാനത്തിന്റെ സന്ദേശം പഠിച്ച അവർ മദീനയിലേക്ക് മെസ്സേജ് അയച്ചു. 1500 കിലോമീറ്റർ സഞ്ചരിച്ച് ഖലീഫ അവിടെ വന്നു. ഖലീഫ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചു സഫറോ ന്യൂസ്. വേഗം കൊണ്ടുപോയി ഈ ചർച്ചിലേക്ക്. ചർച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചപ്പോൾ ഖലീഫക്ക് നിസ്കരിക്കണം തോന്നി.
ഉടനെ തന്നെ ഈ ക്രിസ്ത്യാനി പാതിരി സഫറോന്യൂസ് പറഞ്ഞു, നിങ്ങൾ ഈ ചർച്ചിൽ നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. ഉമർ ഫാറൂഖ് തങ്ങൾ ചർച്ചിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഹാള്, ഇതിന് തൊട്ടപ്പുറത്ത് ആ റോഡ്, അത്ര ആ ഒരു മതിലിന് എത്ര ദൂരം അവിടെ മുണ്ട് വിരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞപ്പോ ഈ പാതിരി ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? ഇവിടെ നിസ്കരിക്കുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഉടനെ തന്നെ ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ അവിടെ നിസ്കരിച്ചാൽ മുസ്ലിങ്ങളുടെ ഖലീഫ നിസ്കരിച്ച സ്ഥലം എന്ന രീതിയിൽ ഈ പള്ളിക്ക് എന്റെ പിൻഗാമികളായ മുസ്ലിങ്ങൾ അവകാശവാദം ഉന്നയിച്ചു വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാനായിട്ട് അതിന് വഴിമരുന്നിട്ടുണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ പോയി നിസ്കരിച്ചത് എന്ന് പറഞ്ഞു. എന്തൊരു നല്ല സൗഹാർദ്ദം നോക്ക് നിങ്ങൾ. ഖലീഫക്ക് വേണി അവിടെ നിസ്കരിക്കാം. രണ്ട് കാരണത്താൽ: ഒന്ന്, പാതിരി സമ്മതിച്ചിട്ടുണ്ട്; രണ്ട്, നമ്മുടെ അധികാര പരിധിയിലെ സ്ഥലം വരികയാണ്, പിന്നെ നമുക്കിന്നും ചെയ്തുകൂടെ? അദ്ദേഹം അത് ചെയ്തില്ല. ആ സ്ഥലത്ത്, അഥവാ ആ പള്ളി ഇപ്പൊ നിൽക്കുന്ന സ്ഥലം, അവിടെ ഉമർ ഫാറൂഖ് തങ്ങൾ മുന്നിട്ട് നിസ്കരിച്ച സ്ഥലം, അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഉമർ. മസ്ജിദ് ഉമർ ബിൻ ഖത്താബ്. ആ പള്ളി കൂടെ ഉണ്ട്, ചെറിയ പള്ളിയാണ്. ഹോളി സഭയിൽ ചർച്ച് വലിയ ഇറച്ചാണ്, ചെറിയ പള്ളിയാണ്. കാരണം ബൈത്തുൽ മുഖദ്ദിസ് അപ്പുറത്തുള്ളപ്പോൾ ഇവിടെ വലിയ പള്ളി വേണ്ട. ആ പള്ളിയുടെ മുറ്റത്ത് ഒരു കരാർ എഴുതിച്ചു, നിങ്ങൾ പോയാൽ കാണാം. ഇന്ന് ഈ കലാപമൊക്കെ ഉള്ള മണ്ണിൽ എന്താ എഴുതിയിട്ടുണ്ടെന്നറിയോ? ഇവിടെ ഇസ്ലാമിന്റെ ഭരണം സുസ്ഥാപിതമായിരിക്കുന്നു. ഭരണാധികാരി എന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു, ഒരു ചർച്ചും പൊളിക്കരുത്, മതങ്ങൾ തമ്മിലടിക്കരുത്. എഴുതിയുള്ള വാചകം അതാ. അമാനല്ലി അംഫുസിഹിം വ അംവാലിഹിം വ സുൽബാനിഹിം എന്ന് പറയുന്നത്. അമാനല്ലി അംഫുസിഹിം വ അംവാലിഹിം വലി കനായിസിഹിം വലി സുൽബാനിഹിം. ചർച്ചിനും കുരിശിനും ജീവനും സ്വത്തിനും ഞാൻ സംരക്ഷണം തരും. ഇസ്ലാമിന്റെ ഭരണാധികാരി പറയാം. ആ കരാർ ഇന്നും അവിടെ ഉണ്ട്. അതവിടെ എഴുതി വെച്ചത് ഇന്നും അവിടെ തൂക്കിയിട്ടൊന്ന് പോയാൽ ആർക്കും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലം, അതവിടെ മനസ്സിൽ വെക്കുക. അങ്ങനെ മുന്നോട്ട് പോയി ഒട്ടോമൻ സാമ്രാജ്യം ഭരിക്കുന്ന കാലത്താണ് 1914 ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന ചരിത്ര വിദ്യാർത്ഥി. ഒന്നാം ലോക മഹായുദ്ധം പഠിച്ചിട്ടുണ്ട് 1914. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പൊളിറ്റിക്കൽ സ്കൂളിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കണം. ഒന്നാം ലോക മഹായുദ്ധം എന്നാ തുടങ്ങിയത്? 1914. താങ്കൾ അങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. വെറുതെ അങ്ങനെ ഇരുന്നാൽ പറ്റില്ല. പൊളിറ്റിക്കൽ ക്ലാസ്സിൽ ഇരിക്കുന്ന വമ്പന്മാരായ ആൾക്കാരാണെന്ന് എന്നോട് അബ്ദുല്ലാജി പറഞ്ഞില്ല. അതിന്റെ ഒരു പെർഫോമൻസ് കാണണല്ലോ പോകുമ്പോഴേക്കും. 1914 യുദ്ധം തുടങ്ങുന്ന സമയത്ത് രണ്ട് കക്ഷികളാണ്. യുദ്ധത്തിന്റെ നേതാക്കന്മാരാരാ? ഒന്ന് ഇംഗ്ലണ്ടാണ്, ഇംഗ്ലണ്ടിന്റെ കൂടെ ഫ്രാൻസാണ്, ഫ്രാൻസിന്റെ കൂടെ റഷ്യയാണ്. മൂന്ന് വലിയ ഒമ്പന്മാർ. ബാക്കി ചെറിയ രാജ്യങ്ങളുണ്ട്, ഇപ്പൊ എണ്ണണ്ട. ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്, മൂന്ന് കക്ഷികൾ. ഇതാണ് സഖ്യ കക്ഷികൾ എന്നുള്ള സാധനം. അവരാണ് ബലവാന്മാർ. തൊട്ടപ്പുറത്തുള്ളത് ആരാ? തൊട്ടപ്പുറത്തുള്ളത് ജർമ്മനി. ജർമ്മനിയുടെ സഹായിയായി വന്നത് ഒട്ടോമൻ ഭരണകൂടമാണ്. ഒട്ടോമൻ ഭരണകൂടം എന്ന് പറയുന്നത് ലോകത്തെ അതിശക്തമായ ഭരണകൂടമാണ്. എന്താ കാരണം? അവരുടെ കയ്യിലുള്ള അത്ര ഭൂപ്രദേശം വേറെ ആരുടെ കയ്യിലില്ല. സൗദി അറേബ്യ മുഴുവൻ അവരുടെ കയ്യിലാണ്. അന്ന് സൗദി അറേബ്യ ഇല്ല, ഹിജാസ് എന്നാ പറയാ. സൗദി അറേബ്യ എന്ന രാജ്യം വരുന്നത് 1932-ലാണ്. 1932 മുമ്പ് സൗദി അറേബ്യ ഇല്ല, ഹിജാസ് ഇല്ല. അതുപോലെ തന്നെ ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, പലസ്തീൻ, ജോർഡാൻ, സിറിയ, യമൻ, ഈ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഈ ഭരണത്തിന്റെ കീഴിലാണ്. ആ ഭരണകൂടത്തിന്റെ കീഴിലാണ് എല്ലാ സംഗതികളും. എന്ന് പറഞ്ഞാൽ മക്കയിൽ ഒരു ചലനം നടക്കണമെങ്കിൽ ഒട്ടോമൻ തുർക്കികളുടെ അനുമതി വേണം. തുർക്കിക്കെട്ടുണ്ടല്ലോ, മക്കത്ത് കണ്ടിട്ടുണ്ടോ? തുർക്കിക്കെട്ട്. കഅബക്ക് ഒരു കില്ല മാറ്റണമെന്നുണ്ടെങ്കിൽ അത് തുർക്കിയിൽ അറിയിച്ചിട്ട് തുർക്കിയിൽ നിന്ന് കില്ല ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി വരണം. തുർക്കിയിൽ നിന്ന് കൊണ്ടുവരാൻ പ്രയാസമായതുകൊണ്ട് അവർ കില്ല ഫാക്ടറി ഈജിപ്തിൽ ഉണ്ടാക്കി. ഈജിപ്ത് അവരുടെ ഭരണത്തിന്റെ കീഴിലാണ്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ആഘോഷമായിരുന്നു കൊല്ലത്തിൽ. ഒരു വലിയ ഒട്ടകത്തിന്റെ പുറത്ത് വലിയൊരു ഒട്ടകക്കെട്ടിലേക്ക് പോയി. ആ ഒട്ടകക്കെട്ടിന്റെ രൂപം ഇന്ന് ഈജിപ്തിലെ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈജിപ്ത് പോയപ്പോൾ നമ്മുടെ സമത്തയുടെ പ്രസിഡന്റ് ആയിരുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ അസേരി തങ്ങള്, ബഹുമാനപ്പെട്ടവർ അസീറിൽ പഠിക്കുന്ന സമയത്ത് ഈ കില്ല കൊണ്ടുപോകുന്ന സംഘത്തിൽ ഉപനായകനായി അദ്ദേഹം പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രേഖാ പുസ്തകത്തിൽ ഞാൻ കണ്ടു. അപ്പൊ അത്രയും പ്രസിദ്ധമായ, ഇപ്പോ 1932 ശേഷം സൗദി ഗവൺമെന്റ് വന്നപ്പോ ഉമ്മുൽ ജൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് കില്ലുണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അത് പറയാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കുട്ടികളായതുകൊണ്ട് ഇതൊക്കെ ശരിക്കൊന്ന് മനസ്സിലാക്കണം ഞാൻ. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒട്ടോമൻ സാമ്രാജ്യം കംപ്ലീറ്റ് ജർമ്മനിയുടെ കൂടെ നിന്നതുകൊണ്ട്
ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും അടിച്ചിട്ടും യുദ്ധത്തിൽ ജയിക്കണില്ല. 1914 മുതൽ 1917 വരെ യുദ്ധം ചെയ്തിട്ട് എവിടെ എത്തുന്നില്ല. കാരണം അത്ര വലിയ ശക്തിയാണ് ഒട്ടോമൻ ഭരണകൂടം നടന്നത്. മുസ്ലിങ്ങൾ ചോദിച്ചു. അതിനൊരു കാരണം കൂടി ഉണ്ടാകുന്ന, ഈ ബ്രിട്ടൻ എന്ന് പറയുന്നവർ ലോകത്ത് ഒരുപാട് കോളനി ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് തുർക്കി ഖലീഫ എതിർത്തോടുകൂടി ഈ കോളനി രാജ്യങ്ങളിലുള്ള ജനങ്ങളൊക്കെ മനസ്സാകപ്പാടെ ചൂടായി. മുഫ്തിയുടെ ഫത്വ വന്നു തുർക്കിയിൽ നിന്ന്. തുർക്കി ഖലീഫ അഹമ്മദ് റഷാദ് ഖാന്റെ ഭരണത്തെ തകിടം മറിക്കാൻ ബ്രിട്ടൻ പതാക ഏന്തി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ബ്രിട്ടനെ തകർക്കണം എന്ന് മാത്രമല്ല, ബ്രിട്ടനെതിരെ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ഈ ഫത്വ വന്നതോടുകൂടി നമ്മുടെ നാട്ടിലൊക്കെ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടായി. ഇവിടെ ഒരു ഖലീഫ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ഖലീഫ ഇല്ല. നിങ്ങൾ ഖിലാഫത്ത് സമരം പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഖിലാഫത്ത് ഇല്ല. പിന്നെ ആർക്കാണ് തുർക്കിയിലെ ഖലീഫയെ സംരക്ഷിക്കാനുള്ള ആത്മീയ കെട്ടുറപ്പാണ്. മുസ്ലിങ്ങളന്ന് ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഒറ്റക്കെട്ട, അനങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ശക്തമായി ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഗാന്ധിജിക്ക് തോന്നി ഇത് ബ്രിട്ടീഷുകാരെ അടിക്കാനുള്ള ഏറ്റവും നല്ല വടിയാണ്. അദ്ദേഹം മൗലാന ഷൗക്കത്ത് അലിയെ കൊണ്ട് കോഴിക്കോട്ട് വന്നു. കോഴിക്കോട്ട് വന്നിട്ട് അദ്ദേഹം അവിടെ വെച്ചൊരു പ്രസംഗം ചെയ്തു. ഖിലാഫത്ത് പോരാളികളും കോൺഗ്രസും കുടിയാൻ പ്രസ്ഥാനക്കാരും ഒറ്റക്കെട്ടായി നിന്നാൽ വി ക്യാൻ ഡ്രൈവ് ഔട്ട് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിത്തിൻ 1 ഇയർ. ഒറ്റ കൊല്ലം കൊണ്ട് ബ്രിട്ടീഷുകാരെ കെട്ടുകിട്ടിക്കുന്നു. മുദ്രാവാക്യം വിളിച്ചിട്ട് കോഴിക്കോട്ട് നിന്ന് ആൾക്കാർ പോയി. ലോകം മുഴുവൻ ബ്രിട്ടനെതിരെ. അതുകൊണ്ട് തന്നെ ഈ ആത്മീയമായ ശക്തിയും പ്രാർത്ഥനയും അള്ളാഹുവിനോടുള്ള തേട്ടവും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും കൂടിയിട്ടും ഒട്ടോമൻ തുർക്കിയുടെ പിൻബലമുള്ളത് കൊണ്ട് 1-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയും ഒട്ടോമനും തോൽക്കുന്നില്ല, കുടുങ്ങിയവര്. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ തന്ത്രമെടുത്തത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നു. ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ മുക്കുമൂലകൾ ചേർത്ത് പറയുമ്പോഴേ നിങ്ങൾക്ക് ബോധ്യമുള്ളൂ. ഉമ്മരൊക്കെ മനസ്സിലാക്കണം. ആ സമയത്ത് ബ്രിട്ടൻ അവരുടെ തന്ത്രം പുറത്തെടുത്തു. അതെന്താ? ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഹിന്ദുവിനും മുസ്ലിമും തമ്മിൽ തല്ലിച്ചിട്ടല്ലേ ഇവിടെ മുന്നോട്ട് പോയത്. എന്താ അവർ ചെയ്തത് നേരിട്ട് ഷെരീഫ് ഹുസൈനെ ചെന്ന് കണ്ടു. ഷെരീഫ് ഹുസൈൻ ആരാ? ഹിജാസിന്റെ ഭരണാധികാരി. അന്ന് സൗദി ഹിജാസ് മുഴുവൻ ഭരിക്കുന്ന അയാളാണെങ്കിലും അയാൾക്ക് ഒന്നുകൂടെ ചെയ്യാൻ വയ്യല്ലോ. ഒരു അധികാരമില്ല. കാരണം തുർക്കിന്ന് എന്താണോ പറയുന്നത് അതേ നടപ്പാക്കാൻ പറ്റുള്ളൂ. തുർക്കിയിൽ നിന്ന് പറയുന്നതേ നടപ്പാക്കാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് വാക്കു കൊടുത്തു. നിങ്ങൾ ഈ സമരത്തിൽ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ യുദ്ധത്തിൽ ഞങ്ങളെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അപ്പൊ ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹത്തെ കളം മാറ്റി ചവിട്ടാനാണ് നോക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. നല്ലോണം ഇവിടെ ശ്രദ്ധിക്കണം. ആ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അദ്ദേഹത്തോട് ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് 4 ലക്ഷം പൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾക്ക് ഈ പലസ്തീൻ പ്രദേശത്തിന്റെയും ഹിജാസിന്റെയും മുഴുവൻ അധികാരം നിങ്ങൾക്ക് തരാം. നിങ്ങൾ തുർക്കിയെ കാത്തു നിൽക്കേണ്ടി വരില്ല. യുദ്ധം വിജയിച്ചാൽ അവിടുത്തെ ഭരണാധികാരി നിങ്ങളായിരിക്കും, ഗവർണർ അല്ല, ഖലീഫന്നെ നിങ്ങളായിരിക്കും. വാക്കാണ് കൊടുത്തു. അതോടുകൂടി അദ്ദേഹം ഒട്ടോമൻ സഖ്യത്തിൽ നിന്ന് വേർപെട്ടു. അക്കാലം വരെ ഒരുമയോടെ കെട്ടിപ്പിടിച്ചു നിന്നിരുന്ന ലോകം മുഴുവൻ തുർക്കി ഖലീഫക്കൊപ്പം നിന്നിരുന്ന അവസ്ഥയിൽ ആ പ്രദേശം കംപ്ലീറ്റ് അദ്ദേഹം വിടർത്തിയിട്ട് ബ്രിട്ടീഷുകാർക്കാണ് പിൻബലം കൊടുത്തു. അതോടുകൂടി മുസ്ലിങ്ങളെ പാളയത്തിൽ പട വന്നതോടുകൂടി അടിച്ചിട്ട് പരാജയപ്പെടുത്തി 917 നോക്കണം നിങ്ങൾ. ആ പരാജയത്തിന് മറ്റൊരു കാരണം കൂടി. ആദ്യം തന്നെ അവർ ചെയ്ത പണി ഇതല്ല, വേറൊരു പണിയും കൂടി ചെയ്തപ്പോൾ അത് തോറ്റപ്പോഴാണ് ഇത് ചെയ്തത്. 1914 യുദ്ധം തുടങ്ങിയിട്ട് 17 വരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോഴാണ് അവർ വേറൊരു കളി ആദ്യം കളിച്ചു നോക്കിയിരുന്നത്. അത് വിജയിച്ചില്ല. എന്താ കളി? നേരെ അവര് ഈ അമേരിക്കയെ പിടിച്ചു. അമേരിക്ക അന്ന് യുദ്ധത്തിലില്ലല്ലോ. 1914 1-ാം ലോക മഹായുദ്ധം തുടങ്ങിയിട്ട് 17 വരെ അമേരിക്ക ഇല്ല. അമേരിക്ക കളി കണ്ട് കളത്തിന്റെ പുറത്ത് നിൽക്കുകയാണ്. അമേരിക്കയിലെ ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ജഡ്ജി ലൂയിസ് ബ്രാൻഡിസ് ജൂതനാണ്. അയാളെ സ്വാധീനിച്ചു ഇംഗ്ലണ്ട്. എന്നിട്ട് അയാളോട് പറഞ്ഞു, നമുക്കൊരു ഭൂമി ഉണ്ടാക്കണം, ഈ യുദ്ധം ജയിച്ചാൽ നിങ്ങൾക്ക് അത് തരും. നിങ്ങൾക്കൊരു ഭൂമി ഇല്ലല്ലോ ലോകത്ത്. അവിടെ നിങ്ങൾ ഈ യുദ്ധത്തിൽ ബ്രിട്ടനെ ഈ കക്ഷിയിൽ ചേർക്കണം, അതിന് പ്രസിഡന്റിനോട് പറയണം.
പ്രസിഡന്റ് എന്ന് വുഡ്രോ വിൽസനെ പോയി കണ്ടു. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അദ്ദേഹം യുദ്ധത്തിനിറങ്ങി. 1917 സഖ്യകക്ഷികൾക്കൊപ്പം അന്ന് US ചേർന്നു, അമേരിക്കയും ചേർന്നു. അമേരിക്ക ഇറങ്ങിയിട്ടും വിജയിക്കണില്ല. അപ്പോഴാണ് ഷെരീഫ് ഹുസൈനെ വിടർത്തിയത്. കണ്ടോ, ഷെരീഫ് ഹുസൈനെ വിടർത്തി, നമ്മൾക്ക് വിള്ളലുണ്ടാക്കി. അതോടെ നമ്മൾ തോറ്റു. ഒന്നാമത്തെ പാഠം പഠിക്കും. ഇത് തോറ്റപ്പോഴാണ് ആ പ്രദേശം മുഴുവൻ വീതം വെക്കാൻ അവർക്ക് അവസരം ഉണ്ടായത്. വീതം വെക്കാൻ വേണ്ടി അവർ ചെയ്ത പണി ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന. അവർ ഈ പ്രദേശങ്ങൾ ഈ സഖ്യകക്ഷികൾക്കായി വീതിച്ചു. സഖ്യകക്ഷികളുടെ തർക്കം തീർക്കാനാണ് ലീഗ് ഓഫ് നേഷൻസ്. അതിൽ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം വന്നത് ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലണ്ടിന്റെ അവകാശം. വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അവർക്ക് കിട്ടിയത്. സിറിയ ഫ്രാൻസിന് പോയി. അങ്ങനെ അവര് അത് കൈവശം വെച്ചു. ഉടനെ തന്നെ ബ്രിട്ടീഷുകാരുടെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ 1917 ഒരു പ്രഖ്യാപനം നടത്തി. ജൂതന്മാർക്കുള്ള രാജ്യം പലസ്തീനിൽ നിർമ്മിക്കും. അതാണ് ബാൽഫർ പ്രഖ്യാപനം. കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ആൾക്കാർ കുടിയേറാൻ തുടങ്ങി. ജൂതന്മാരങ്ങോട്ട് കുടിയേറിയ ജൂതന്മാർ വലിയ പണച്ചാക്കുകളായി വന്നിട്ട് ഭൂമി വാങ്ങാനും തുടങ്ങി. നമ്മളെ പാവം അറബികൾ കണ്ടമാനം പൈസ കിട്ടിയപ്പോൾ ഭൂമി ഇങ്ങനെ വിൽക്കാനും തുടങ്ങി. ഇഷ്ടം പോലെ ഭൂമി വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം കണ്ടപ്പോൾ ഇവർക്കിനെ പേടിയായി. അവർ തമ്മിൽ സംഘടന തുടങ്ങി. അവർ തമ്മിൽ വലിയ സംഘടനയായി. അപ്പോഴേക്കും ഇംഗ്ലണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു. കാരണം അവരെ കോളനിയിൽ ലീഗ് ഓഫ് നേഷൻസ് അവരെ ഏൽപ്പിച്ച സ്ഥലത്ത് ഈ 2 അറബ് വംശജരും ഇസ്രയേലിയരും തമ്മിൽ തല്ലുക. എന്താ ചെയ്യാ? ബൈത്തുൽ മുഖദ്ദസ് 3 കൂട്ടർക്കും ആവശ്യമുള്ള സ്ഥലം അവിടെ നിൽക്കുക. അവിടെ ഇവർക്ക് ഒരു എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോഴേക്കും 2ാം ലോകമഹായുദ്ധം പിന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് തകിട് പൊടിയാക്കി അമേരിക്ക വിജയിപ്പിച്ചെടുത്തു. അതോടുകൂടി ഇനിയൊരു യുദ്ധം വരാതിരിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ വന്നു. യുണൈറ്റഡ് നേഷൻ, ലീഗ് ഓഫ് നേഷൻസ് പോയി ഐക്യരാഷ്ട്രസഭ UN രൂപീകരിക്കപ്പെട്ട സമയത്ത് ഇംഗ്ലണ്ട് ഒരു പണിയെടുത്തു. ഇവിടെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് ഇനി ഒരു കലാപത്തിന് നിൽക്കാൻ അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അവരെന്ന് കോളനിക്ക് ഒഴിവാക്കുന്ന സമയമാണ്. ആ സമയത്ത് ബ്രിട്ടൻ ഈ വിഷയം UN തീർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ UN തീർക്കണം എന്നുകൊണ്ട് UN വിഭജനത്തിന് ഒരു മാധ്യമം ഉണ്ടാക്കി. ഒരു ഭാഗം ജൂതന്മാർക്ക്, ഒരു ഭാഗം മുസ്ലിങ്ങൾക്ക്. ഖുദ്സ് എന്ന് പറയുന്ന ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം ആർക്കും കൊടുക്കൂല. അത് അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ UN കീഴിൽ. അപ്പൊ മുസ്ലിങ്ങളുടെ സ്വന്തം ഭൂമിയിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രദേശം, ജൂതന്മാർക്ക് ഒരു പ്രദേശം, തർക്കഭൂമി എന്ന പേരിൽ കേന്ദ്ര നിയന്ത്രണത്തെ പോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും UN ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ആർക്കും അധികാരമില്ലാത്ത, ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആർക്കും അധികാരമില്ല, UN മാത്രം. അതാണ് ജെറുസലേം. ഈ തീരുമാനം വന്നതോടുകൂടി ഇത് നടപ്പാക്കാനുള്ള പ്രവർത്തനം നടന്നു. അങ്ങനെ 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രയേൽ പിറന്നു. UN പ്രഖ്യാപിച്ചു. UN പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപനത്തോടുകൂടി മുസ്ലിങ്ങളുടെ പെരുമാറിൽ ഒരു പുതിയ രാജ്യം വന്നു. ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. ഒട്ടോമൻ ഭരണകൂടത്തിൽ ചേർന്ന് നിന്നിരുന്ന ഹിജാസ് എന്ന പ്രദേശത്ത് നമ്മളെ ഒരാളെ അതിർത്തി എടുത്തിട്ടാണ് യുദ്ധം വിജയിപ്പിച്ചത്. മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കാതിരുന്നാൽ സംഭവിക്കുന്ന അപകടം അവിടുന്ന് പഠിക്കണം. അതിനാണ് പറയുന്നത് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ഈ മുസ്ലിം പ്രസ്ഥാനം പറയുന്നത് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അവിടെ പാളയത്തിൽ പടയുണ്ടാക്കിയാൽ ശത്രു നമ്മുടെ തലക്ക് മീതെ പറക്കും. അതാണ് ഇപ്പൊ നടന്നത്. ഒരു പാഠം. 2, സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളായി ഇന്നൊരു സമൂഹം എന്തുകൊണ്ട് മാറി? ഇന്നലെ അവരുടെ ഭൂമിയായിരുന്നല്ലോ അത്. 948 വരെ അവരുടെ ഭൂമിയാണ്. 28,000-ൽ പരം ചതുരശ്ര കിലോമീറ്ററുള്ള അവരുടെ ഭൂമി ഇന്ന് 26,000-ൽ പരം കിലോമീറ്ററും ജൂതന്റെ കയ്യിലും 6,220 കിലോമീറ്റർ മാത്രം അറബികളുടെ കയ്യിലും. അതാ ചിന്തിക്കേണ്ടത്. സ്വന്തം ഭൂമിയുടെ അവകാശികൾ വളരെ ചെറുതായി, മറ്റുള്ളവർ വലുതായി. അതെങ്ങനെ? അധികാരം അവരുടെ കയ്യിൽ വന്നു. UN അവരെ സപ്പോർട്ട് ചെയ്തു. വൻശക്തികൾ അവരെ പിന്തുണച്ചു. ഈ പാവങ്ങളെ നോക്കാൻ ആളുണ്ടായില്ല. ഏതുപോലെ ഇന്ത്യയിലെ ദലിതരെ പോലെ. ഇവിടുത്തെ ദലിത് പിന്നോക്ക ജനവിഭാഗം, ഇവിടുത്തെ അടിസ്ഥാന വർഗ്ഗമാണ്. ആര്യമാര് പുറത്തു വന്ന ആൾക്കാരാണ്. ഇന്ന് ജൂതന്മാർ മുസ്ലിങ്ങളെ അവിടെ അടിച്ചമർത്തും പോലെ ഇവിടെ ദലിതരെ പലരും അടിച്ചമർത്തുന്നുണ്ടല്ലേ?
ദലിതന്റെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചത് കണ്ടില്ല. ദലിത് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതും ചുട്ടുകൊല്ലുന്നതും കണ്ടിട്ടില്ല. ഈ അടിസ്ഥാന വർഗത്തെ എന്തെങ്ങനെ ചെയ്യാൻ കാരണം? അധികാരത്തിൽ അവർക്ക് പങ്കാളിത്തം നഷ്ടപ്പെട്ടു പോയി. അവിടെ രണ്ടാമത്തെ പാഠം പഠിച്ചോളൂ. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനവിഭാഗത്തിന് രാഷ്ട്രീയ ശക്തി ഇല്ലാതെ പോയാൽ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയും. മതവും മതപഠനവും ഇസ്ലാമിക ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും രാഷ്ട്രീയമായി സംഘടിച്ച് ശക്തരാകാതിരുന്നാൽ നിയമനിർമ്മാണ സഭയിലും വേണ്ടപ്പെട്ടിടത്തും ആവശ്യങ്ങൾ അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ ഒരു സംവിധാനമില്ലാതെ പോയാൽ പ്രാന്തവൽക്കരിക്കപ്പെടും. രണ്ട് പാഠം പരസ്യം നൽകുന്നത്. ഇന്ന് അവിടെ ചെന്നാൽ കാണാൻ രാഷ്ട്രീയ അധികാരമില്ലാത്തതിന്റെ വേദനയാണ് അവർ അനുഭവിക്കുന്നത്. കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പിൻബലത്തിൽ നിങ്ങൾ ഈ ക്യാമ്പിന് പേരിട്ടിരിക്കുന്ന അഹമ്മദ് സാഹിബിന്റെ ആ മഹാനായ വ്യക്തിത്വത്തിന്റെ സേവനം കൊണ്ട് യാസർ അറഫാത്തിന്റെ കയ്യിലേക്ക് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സഹായം എത്തിച്ചപ്പോ അവിടെ കൊണ്ടുചെന്നത് കൊടുക്കുന്ന രംഗം പത്രത്തിൽ പ്രത്യേക ഫോട്ടോ ഉണ്ടായി. പലസ്തീനിലെ ഇന്ത്യയിലെ വളരെ കാലത്തെ സേവനം ചെയ്യുന്ന അംബാസഡറാണ് അദ്നാൻ അബു ഹൈജ. അഹമ്മദ് സാഹിബ് മരിച്ചപ്പോൾ സ്ഥലത്തില്ല. അയാൾ കണ്ണൂരിൽ അഹമ്മദ് സാഹിബിന്റെ മയ്യത്ത് കാണാൻ മറമാടപ്പെട്ട അഹമ്മദ് സാഹിബിന്റെ മയ്യത്ത് ഖബർസ്ഥാനിൽ, അദ്ദേഹം ആ ഖബർസ്ഥാനിൽ ചെന്നിട്ട് അവിടെ വെച്ചിട്ട് ദ്വാരന്നിട്ട് കരയുന്ന രംഗം പത്രത്തിൽ ഫോട്ടോ ഉണ്ടായി. ഒരു പത്രപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്ത്, എന്തിനാ നിങ്ങൾ അവിടെ പോയി കരഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവ് മരിച്ചാൽ ഞാൻ കരയും. അദ്ദേഹം എന്റെ പിതാവ് മാത്രമല്ല, എന്റെ നാട്ടിന്റെ മക്കളുടെ പിതാവ്. ആരും ശബ്ദിക്കാനില്ലാത്ത പാവപ്പെട്ട പലസ്തീനികളായ ഞങ്ങൾക്ക് UN പൊതു അസംബ്ലിയിലും UN സെക്യൂരിറ്റി കൗൺസിലും പലതവണ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച മനുഷ്യന്റെ ഖബറാണത്. എനിക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. എന്റെ നാടിന്റെ കടപ്പാട് തീർക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ അദ്നാൻ അബു ഹൈജ അപ്പോഴും ഡൽഹിയിൽ. അഹമ്മദ് സാഹിബിന് എങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ കഴിഞ്ഞത്? കോൺഗ്രസുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ അലയൻസ് കൊണ്ട്. ഒരു രാജ്യത്തെ രാഷ്ട്രീയ അലയൻസ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധത പ്രധാനമാണ്. എന്തിനാണ് ഇത് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, പലസ്തീന്റെ മക്കൾക്ക് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ ഒന്നിച്ചല്ലോ. എത്ര സംഘടനകളാണ് അവിടെ? ഒരു അമാസിനെ നമ്മൾ ഒരു അമാസം മാത്രമല്ല, എല്ലാവരും യോജിച്ചല്ലോ നിൽക്കുന്നത്. ഒരു കൂട്ടർ അവിടെ നിൽക്കാൻ പറയും, ഒരു കൂട്ടർ പലായനം ചെയ്യാൻ പറയും. പലതരത്തിലാണ്. ഒരു ഐക്യമില്ല, ഒരുമയില്ല. അത് മനസ്സിലാക്കാൻ നിങ്ങൾ അവിടെ ചെന്നെങ്കിലും മനസ്സിലാവും. ഐക്യപ്പെട്ട് ഒരുമയോടെ ഒന്നിച്ച് നീങ്ങിയാൽ ഒന്നും ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ അതിന്റെ അവസ്ഥാവിശേഷം. അപ്പൊ അതിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചാൽ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടുമല്ലോ. അതിന്റെ ഒരു ഭാഗത്താരാ? ഒരു ഭാഗത്ത് ഈജിപ്താണ്, ശക്തിയായ മുസ്ലിം രാജ്യമാണ് ഈജിപ്ത്. ഒരു ഭാഗത്ത് ജോർഡാനും സിറിയ, ഒരു ഭാഗത്ത് ലെബനനാണ്. മൂന്ന് ഭാഗവും കവർ ചെയ്തിരിക്കുന്നത് മുസ്ലിം രാജ്യമാണ്. ഒരു പടിഞ്ഞാറ് ഭാഗം മാത്രമേ ഒഴിവുള്ളൂ, അവിടെ മെഡിറ്ററേനിയൻ കടലാണ്. നോക്കണം നിങ്ങൾ, ഈ മൂന്ന് ഭാഗവും കവർ ചെയ്തിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ. അവരൊന്ന് കൈകോർത്ത് പിടിച്ചാൽ പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു അവസ്ഥ. ലോകത്ത് എത്ര മുസ്ലിം രാജ്യങ്ങൾ? എന്തേ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല? എന്തേ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ പറ്റുന്നില്ല? അതാ ചിന്തിക്കണം. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നോക്ക് നിങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങൾ എന്ന് പറയുന്നു. ആ മുസ്ലിങ്ങളിൽ കേരളത്തിൽ എത്ര കുറച്ചേ ഉള്ളൂ? 1 കോടി തികയില്ല. ആ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നപ്പോ 3.5 കോടി മുസ്ലിങ്ങളുള്ള പശ്ചിമ ബംഗാളിനേക്കാളും 4 കോടിയിൽ പരം മുസ്ലിങ്ങളുടെ ഉത്തർപ്രദേശിനേക്കാളും നമ്മൾ മുമ്പിലാണ്. എന്തേ കാരണം? നമ്മളിവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി ഒരുമിച്ച് നിന്നു, ഒറ്റക്കെട്ടായി. സമുദായത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നതിൽ പലരും ശ്രമം നടത്തിയപ്പോഴും ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ നമുക്ക്. കുട്ടികൾ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിന്റെ ചരിത്ര ചിത്രം പഠിക്കണം. 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ സംബന്ധമായി. എന്തിനാണ്, എങ്ങനെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം തുടങ്ങിയത്? നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം തുടങ്ങിയത് റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയെ 1-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ. മനസ്സിലാക്കണം നിങ്ങൾ. അല്ല, 1-ാം പ്ലാസി യുദ്ധത്തിൽ, ഫസ്റ്റ് പ്ലാസി വാർ, 1-ാം പ്ലാസി യുദ്ധം നിങ്ങൾ സ്കൂളിൽ പഠിച്ചല്ലോ. റോബർട്ട് ക്ലൈവ് വന്നിട്ട് സിറാജുദ്ദൗളയെ തോൽപ്പിച്ചു. സിറാജുദ്ദൗള ബംഗാളിലെ പ്രഗത്ഭനായ നവാബാണ്. ബംഗാൾ കണ്ട ശക്തനായ ഭരണാധികാരികളെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല.
ടിപ്പുവിനെ പോലെ പ്രഗത്ഭനായിരുന്നു ബംഗാൾ നവാബ്, ശക്തനാണ്. പക്ഷെ അദ്ദേഹത്തെ സിറാജുദ്ദൗല തോൽപ്പിച്ചു. എങ്ങനെ? അതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരന്റെ ആധിപത്യത്തിന്റെ തുടക്കം. എങ്ങനെയാണ് തോൽപ്പിച്ചത്? അയാൾ സ്വയം തോറ്റതല്ല. അയാളെ വലങ്കയ്യായി നിന്നിരുന്ന, അയാൾക്കൊപ്പം നിന്നിരുന്ന, അയാൾക്ക് എല്ലാ സഹായം ചെയ്തിരുന്ന, അയാൾ എല്ലാ സഹായവും അങ്ങോട്ട് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ മീർ ജാഫർ അലി ഖാൻ. മീർ ജാഫർ അലി ഖാനെ ബ്രിട്ടീഷുകാർ വിലക്കെടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ഖലീഫയാക്കും, നിങ്ങളെ നവാബാക്കും, നിങ്ങൾക്ക് അധികാരം തരും. അയാളതിൽ മുങ്ങി കുപ്പായം വിട്ടു. പാളയത്തിൽ പടയുണ്ടാക്കി. പ്ലാസി യുദ്ധത്തിൽ അന്നത്തെ നവാബ് തോറ്റു. എന്നാൽ നവാബാക്കി അയാളെ ഇല്ല. നേരത്തെ ഷെരീഫ് ഹുസൈന് വല്ല അധികാരം കൊടുത്തില്ല. ഇതെന്നെ സംഭവിച്ചു. നമ്മൾ ഭിന്നിച്ചാൽ സംഭവിക്കുന്ന അപകടത്തിന്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കും. അന്ന് മുതൽ ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ തുടങ്ങി. 757 1757. 857 വരെ 100 കൊല്ലം പിന്നെ ഇവിടെ സമരം. 757 തുടങ്ങിയത്. 857 നമ്മളെ ചരിത്രത്തിൽ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ബഹദൂർ ഷാ സഫർ യുദ്ധം ചെയ്യുന്ന കാലം വരെ. അതിന്റെ ഒരു ഒടുക്കം കാണാം ടിപ്പു സുൽത്താൻ. ഈ പ്രദേശത്തൊന്നും ബ്രിട്ടീഷുകാരെ അടുപ്പിച്ചില്ല ടിപ്പു. ബ്രിട്ടീഷുകാർ ഈ വഴിക്ക് വരില്ല. ടിപ്പു അത്ര ശക്തൻ. പക്ഷെ ആ ടിപ്പു എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ വെടികൊട്ടി വീണത്? നിങ്ങൾ പഠിക്കുക. 1799. എന്തേ ടിപ്പു വീഴാൻ കാരണം? ടിപ്പുവിന്റെ പ്രധാനമന്ത്രി മീർ സാദിഖ് ഒറ്റിക്കൊടുത്തു. കോട്ടയുടെ വാതിൽ തുറന്നിട്ട് കൊടുത്തു. ശത്രു കയറി അർദ്ധരാത്രി ടിപ്പുവിനെ വെടിവെച്ച് കൊല്ലാൻ സംവിധാനമുണ്ടാക്കി. പടക്കളത്തിലല്ല ടിപ്പു മരിച്ചത്, തന്റെ കോട്ടക്കടുത്ത. പടപൊരുതിയ ടിപ്പുവിനെ തോൽപ്പിക്കാൻ പറ്റൂല. ചതിച്ചിട്ട് അകത്ത് കയറ്റി. ആരാ കയറ്റിയത്? മീർ സാദിഖ്. നിങ്ങൾ പഠിക്കേണ്ട പാഠം അതാണ്. മുസ്ലിം ഉമ്മത്തിൽ പാരപ്പണി നടന്നാൽ, നമ്മൾ ചിന്തിരിച്ചാൽ, നമ്മൾ പല തുണ്ടമായാൽ ശത്രു നമ്മുടെ തലക്ക് മീതെ കൊടി നോക്കി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം ഇത് ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് ഞാൻ ഈ കാര്യം പ്രത്യേകം പറയും. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതാണ് ആംഗ്ലോ മുഹമ്മദൻ ഇംഗ്ലീഷ് സ്കൂൾ. അതാണ് പിന്നീട് 1875 യൂണിവേഴ്സിറ്റി. അത് ന്യൂനപക്ഷത്തിൻ്റെതാണെന്ന് ഉറപ്പല്ലേ? അതിന് ന്യൂനപക്ഷ പദവി ഉണ്ടെന്ന് ഉറപ്പല്ലേ? അതിന്റെ പേരിൽ എന്ത് കോലാഹലം, ആരാ കോലാഹലം തുടങ്ങിയത്? അതിന്റെ ന്യൂനപക്ഷ പദവിമേൽ ആദ്യം തൊട്ടതാര? അതിന്റെ ന്യൂനപക്ഷ പദവിന്മേൽ ആദ്യം തൊട്ടത് MC ചഗ്ല. ചഗ്ല മുസ്ലിം. പേരുകൾക്ക് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കുടുംബ പേരാണ് ചഗ്ല. മുഹമ്മദ് അലി കരീം ചഗ്ല. കരീം എന്നുള്ളത് സി ഉപയോഗിച്ചു. MC ചഗ്ല, മുഹമ്മദ് അലി കരീം ചഗ്ല. ചില്ലറക്കാരനല്ലേ? ഏറ്റവും പ്രസിദ്ധനാണ്. ബോംബെയിൽ ജഡ്ജി. ബോംബെ ഹൈക്കോടതി ഇതിൽ ഏറ്റവും വലിയ കോടതി, ഏറ്റവും വിശാല പരിധിയിലുള്ള കോടതി. അതുപോലെ തന്നെ അദ്ദേഹം ഹേഗിലെ ലോക കോടതിയിൽ കുറച്ചു കാലം 1598 1957 അദ്ദേഹം ജഡ്ജിയായിരുന്നു. US അംബാസഡറായിട്ട്. അമേരിക്കൻ ഇന്ത്യൻ അംബാസഡർ ഉണ്ടായാലും ഇംഗ്ലണ്ടിൽ ഹൈക്കമ്മീഷണറായിട്ട് എവിടേക്കാണ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്? കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയായിട്ടുണ്ട്, വിദേശകാര്യ മന്ത്രിയായിട്ടുണ്ട്. അയാൾ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയാകുമ്പോഴാണ് ഇതിന്റെ ന്യൂനപക്ഷ പദവി നമുക്ക് തലവേദന ഉണ്ടാക്കിയത് മുഴുവൻ നമ്മൾ ആൾക്കാരാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരു ശത്രുവിനെ നമ്മളെ തകർക്കാൻ കഴിയില്ല. ഇന്ത്യ ഒറ്റക്കെട്ടായി ചന്ദ്രചൂഡിന്റെ വിധിക്കെതിരെ ജനമനസ്സുകളെ ഉണർത്തിക്കൊണ്ട് വമ്പിച്ച പരിപാടി നടത്തി മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് വളരെ ഗൗരവത്തോടു കൂടി കോഴിക്കോട്ട് വരെ വന്ന് പ്രതിനിധിയായി സേൽ സാഹിബിനെ പറഞ്ഞേച്ച് ശംസുലമയെ കണ്ട് സമത്തയുടെ പിൻബലം പോലും വാങ്ങി ശരീഅത്ത് സമ്മേളനങ്ങൾ ഇന്ത്യയിൽ സംഘടിപ്പിച്ചു. കോഴിക്കോട്ടുണ്ടായി, മംഗലാപുരത്തുണ്ടായി. മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് മുസ്ലിം പേഴ്സണൽ. അങ്ങനെ പാർലമെന്റിൽ ഈ മുസ്ലിങ്ങളുടെ മൂവ്മെന്റ് ഒക്കെ മനസ്സിലാക്കി രാജീവ് ഗാന്ധി ഒരു നിയമം കൊണ്ടുവരിക. ആ നിയമം കൊണ്ടുവരാൻ രാജീവ് ഗാന്ധിക്ക് പാർലമെന്റിൽ മുസ്ലിങ്ങളല്ല ഭൂരിപക്ഷം. എന്നിട്ട് പോലും അദ്ദേഹത്തിന് തോന്നിയത് ഈ മുസ്ലിങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങളുടെ ശരീഅത്ത് അവരുടെ മതപരമായ വിഷയം. 1956 അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാള് അദ്ദേഹം ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ, അഥവാ ശരീഅത്ത് സംരക്ഷിക്കാൻ രാജീവ് ഗാന്ധി ബില്ല് കൊണ്ടുവന്നു എന്ന ഒറ്റ കാരണത്താൽ മുസ്ലിമായ ഈ മനുഷ്യൻ രാജിവെച്ച മന്ത്രിസഭയിൽ. എന്തേ പറ്റിയ കുഴപ്പം? മുസ്ലിമായ മനുഷ്യനാണ് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ബില്ല്. നമുക്ക് വേണ്ടി രാജീവ് കൊണ്ടുവരുന്ന ബില്ലിന് ഇതെടുത്തത് ആരാണ്? ഇപ്പോഴത്തെ കേരളത്തിലെ ഗവർണർ. പേരൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പറയണ്ട.
അയാൾ ആ ഒറ്റ കാരണത്തിന് വേണ്ടി രാജിവെച്ച പാർട്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. പിന്നെ BJP-യിൽ പോയി. ഇപ്പൊ എവിടെ ശബരിമലയിൽ വരെ. നിങ്ങൾക്കറിയാലോ, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. ഞാൻ എതിർക്കില്ല. മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പുഴുക്കുത്തുകൾ ഉണ്ടാകുന്ന അവസാനിക്കണം. ആദ്യം നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ജനാധിപത്യ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അനിവാര്യ ഘടകമാണ്. ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ എന്താണ് ഒരു മാർഗം പറയുന്നത്? നമ്മൾ പള്ളിയിൽ പ്രസംഗിച്ചുണ്ടായോ? നമ്മൾ തെരുവിൽ പ്രകടനം നടത്തിയിട്ടുണ്ടായോ? നമ്മൾ കൃത്യമായി നിയമനിർമ്മാണ സഭയിൽ ആവശ്യപ്പെടുമ്പോഴല്ലേ ഈ കാര്യം നടക്കുള്ളൂ? നിയമനിർമ്മാണ സഭയിലേക്ക് പ്രതിനിധികൾ അയക്കണമെങ്കിൽ രാഷ്ട്രീയം വേണ്ടേ? ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്തണമെങ്കിൽ മതേതരത്വത്തിന്റെ കാവലാളായ ഭരണകൂടവും ഭരണഘടനയും നിലനിൽക്കണ്ടേ? അത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയിലെ നിയമസഭാ സാമാജികരും പാർലമെന്റേറിയന്മാരുമാണ്. അങ്ങോട്ട് നമ്മളെ എത്തിക്കുന്ന ഒരു മേഖലയാണ് ഇലക്ഷൻ. ഇനിയൊക്കെ പോട്ടെ, എല്ലാം വിടും. നിങ്ങളിപ്പോ ഇരിക്കുന്ന കുട്ടികളാണ്. എന്തിനാണ് ഇപ്പൊക്കെ? ഒരു ചെറിയ ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രാഷ്ട്രീയം വേണ്ട, അരാഷ്ട്രീയം. എന്തിനു രാഷ്ട്രീയം? ഞാൻ നിസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് കഴിയുമെങ്കിൽ ഹജ്ജും ചെയ്ത് വീട്ടിലിരുന്നാ പോരെ? അൽഹംദുലില്ലാഹ് മുസ്ലിം ആയല്ലോ. എന്നാൽ ഇസ്ലാം അവിടെ അല്ലല്ലോ ഉള്ളത്. കാലഘട്ടത്തിന്റെ ചലനങ്ങൾക്കനുസരിച്ച് സമൂഹത്തെ തെര്യപ്പെടുത്തേണ്ട കടമ നമുക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിസ്കരിച്ച് നോമ്പ് നോട്ട് സക്കാത്ത് കൊടുത്ത് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുട്ടി എന്താ ചെയ്യാ? ആ കുട്ടിക്ക് പഞ്ചായത്തിൽ കൊണ്ടുപോയി പേര് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം. പഞ്ചായത്ത് പോകണം. വൈകിയാൽ ഒരുപാട് നടപടി ഉണ്ട്. അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിങ്ങളെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, പഞ്ചായത്തിന് കിട്ടണം ഡെത്ത് സർട്ടിഫിക്കറ്റ്. നിങ്ങളൊരു വീട് ഉണ്ടാക്കി, ആ വീടിന്റെ പ്ലാൻ പഞ്ചായത്ത് പാസ്സാവാതെ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. നിങ്ങളൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിയുടെ സ്ഥലത്ത് ഉണ്ടാക്കുമ്പോൾ പ്ലാൻ കൊടുത്തത് പാസ്സാക്കണം. പള്ളിയാണെങ്കിൽ പ്രത്യേകം വിട്ടുവീഴ്ചയൊന്നുമില്ല. നിങ്ങളെ ഓരോ ചലനങ്ങളിലും ഈ രാജ്യത്തിന്റെ നിയമം നിങ്ങളെ പിന്തുടരുന്നു. ഒരു പക്ഷേ നിങ്ങളെ പ്ലാൻ പാസ്സാക്കാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ നിങ്ങളെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരു രാഷ്ട്രീയക്കാരന്റെ പിന്നാലെ പോകേണ്ടിരുന്നു. ഇതിന് ആരാന്റെ പിന്നാലെ പോകാൻ നിൽക്കുന്ന ആ പണി നിങ്ങൾക്ക് എടുത്തു. ആരാന്റെ പിന്നിൽ ഓച്ചാനിച്ച് നടക്കാൻ നിൽക്കണം? പഞ്ചായത്ത് നിങ്ങൾക്ക് തന്നെ ഭരിച്ചൂടെ? അല്ലെങ്കിൽ നിങ്ങളെ മെമ്പർക്ക് കാര്യം ചെയ്തൂടെ? ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുക എന്നത് അവകാശമാണ്. ആ അവകാശം നമ്മൾ നടത്തണം. അത് നമ്മൾ നടത്തിയില്ല എങ്കിൽ വേറുള്ള സ്ഥാനത്ത് വരും. പിന്നെ അവന്റെ പിന്നാലെ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്നു. ഒരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടാവില്ല, ഒരു ഗുണോട്ട് കിട്ടൂല. ഉത്തരേന്ത്യയിലൊക്കെ പോയി നോക്കൂ. ബീഹാറിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും അതുപോലെ ഉൾഭാഗങ്ങളിലും ഗ്രാമപ്രദേശത്ത് കാശ് വാങ്ങിയിട്ട് അവർ ആർക്കാ വോട്ട് പറഞ്ഞാൽ അവർ കൊടുക്കുക BJP-ക്കാണ്. ആദ്യം വാങ്ങിയവർക്ക് ഒരു വോട്ട് കൊടുത്തു, അല്ലെങ്കിൽ പിന്നത്തെ പോലെ കിട്ടൂലല്ലോ, ചതിക്കൂല. പിന്നെ കുറെ കൊടുത്തു മാറ്റൂല. അങ്ങനെ കൊടുത്ത് അവർക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. ഈ 100-200 രൂപ ഒരു ലക്ഷം എന്ത് കിട്ടി? നമ്മൾ വോട്ട് കൊടുക്കുന്നവരെല്ലാം വോട്ട് വാങ്ങുന്നവരുമാണ്. ഭരണകൂടത്തിൽ ഏറ്റുന്നവരാകരുത്. നമ്മൾ ഭരണകൂടവുമാണ്. രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് ഒരു ജനസമൂഹത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. അതാണ് കായികമെന്ന് പറഞ്ഞത് ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അഭിമാനകരമായ അസ്തിത്വം പോരാ. അസ്തിത്വത്തിന് എത്ര ഉൾപ്പെട്ടു? അസ്തിത്വത്തിന് വല്ല ബുദ്ധിമുട്ടും? അസ്തിത്വം എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. എനിക്കും പറ്റും, നിങ്ങൾക്കും. നിങ്ങളൊക്കെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ നിങ്ങളുടെ നാട്ടുകാരനാണ്. ഏതാണ് അയാൾക്ക് അസ്തിത്വത്തിന് ഒരു കുഴപ്പമില്ല. എന്ത് പ്രശ്നം അയാൾക്കില്ല? കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ നിങ്ങൾ അറിയായിരിക്കും. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. എന്താ കാരണം? അയാളെ വ്യക്തിത്വം കളഞ്ഞു. വ്യക്തിത്വത്തോടൊപ്പമുള്ള അസ്തിത്വമാണ് ഹോണറബിൾ എക്സിസ്റ്റൻസ്. മുസ്ലിമായി ജീവിച്ച് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ കേൾക്കുക. അത് മറ്റൊരു മതക്കാർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത സംഗതിയാണ്. അതിനുള്ള ഒരു അധികാരവും പവറുമാണ് ശരിക്കും നമ്മൾ നേടിയിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് വേണ്ട ചില ക്വാളിറ്റി നിങ്ങൾ ചെറിയ ഇപ്പൊ തന്നെ പഠിച്ചു. നിങ്ങൾ അതിന് തയ്യാറാകേണ്ട ചില പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി നിങ്ങൾക്കൊരു കാഴ്ചപ്പാടും. എന്തിനാണ് ഞങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ളത്? എന്തിനാണ്? ആ ചോദ്യങ്ങൾ മനസ്സിന് മറുപടി.
അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്താ? ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹി അലാ ബസീറ. ഇത് അള്ളാഹുവിന്റെ മാർഗമാണ്, വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നബി തങ്ങൾക്ക് ഒരു വിഷൻ, എവിടേക്കാണ് നിങ്ങൾ കൃത്യമായിട്ട് പറയും എന്ന പോലെ നിങ്ങൾ ഈ പാർട്ടി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പഠിക്കണം. അടിച്ചമർത്തപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും മറ്റും ദലിത് പിന്നാക്ക ജനവിഭാഗത്തിനും അവകാശങ്ങളും അധികാരങ്ങളും നേടിക്കൊടുക്കുക എന്നാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നമ്മൾ സംഘടിച്ച പറ്റില്ല. ആര് തരും? ആരാ നിങ്ങൾക്ക് തരും? ആര് നിങ്ങളെ കൂട്ടിച്ചേർന്നു? മറ്റുള്ളവരുടെ കൂടെ CM ഇബ്രാഹിം അപ്പുറം കണ്ടില്ല, മുന്നണിന്ന് പുറത്തായി. എന്താ കാര്യം? അവർക്ക് പറ്റാത്തൊരു കാര്യം പറഞ്ഞ് പുറത്തായി. നമ്മൾ പറയാൻ പറ്റിയ സ്ഥലത്ത് നിൽക്കണം. അത് ഇന്ത്യ അനുവദിച്ചു തന്ന ഒരു റൂട്ടാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ കാര്യം പറഞ്ഞാൽ ഒരുപാട് നേട്ടമുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പ്രദേശത്ത് ഇസ്ലാമിക പ്രബോധനം നടക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഐക്യം വേണം, സമാധാനം വേണം. ഐക്യവും സമാധാനം ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അതുപോലെ സുരക്ഷയും. ഐക്യം സമാധാനം ഉണ്ടായ സുരക്ഷ, ഐക്യം സമാധാനം ഇല്ലെങ്കിൽ സുരക്ഷയുണ്ടാവും. സുരക്ഷ പ്രധാനമാണ്. ഇവിടെ ഒരു കലാപഭൂമി ആയാൽ ഒന്നും ഇവിടെ നടക്കില്ല. അന്യമതസ്ഥരോട് കലഹിച്ചിട്ടും ബഹളം വെച്ചിട്ടും തമ്മിലടിച്ചിട്ടും ഒന്നും നേടാൻ കഴിയില്ല. പലസ്തീനിലെ ജനത ഇപ്പൊ അവരോട് കലഹിച്ചുകൊണ്ടേയിരിക്കണം. ഈ കലഹം അങ്ങനെ തുടരും. ചെറിയ കുട്ടികൾ ഒരു മരിക്കാൻ തയ്യാറായി നിൽക്കുക. പാവങ്ങൾ അവര് കയ്യമ്മ പേരെഴുതി വെക്കാണ് കിടന്നുറങ്ങുന്നത്. കയ്യമ്മ പേരെഴുതി വെക്കുക. എന്തിനാ? ബോംബിട്ട് മരിച്ചാൽ ഇതിന്റെ കുട്ടിയാൻ തിരിച്ചറിയാൻ പറ്റും. നിങ്ങളെ പോലത്തെ കുട്ടികൾ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു ശാശ്വത പരിഹാരമല്ല. ശാശ്വത പരിഹാരം അത്തരമൊരു സംഘടന ഇല്ലാതാക്കാനുള്ള മാർഗം എന്താണെന്ന് നോക്കാം. നാളെ ഒരു പക്ഷേ ഈ പലസ്തീന്റെ ഗതി ഇവിടെയും വരും. നമ്മൾ ചിതറിയാൽ നേരെ മറിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ നിൽക്കുന്നത് പോലെ കൂട്ടിപ്പിടിച്ചു നിന്നാൽ ഒരു ശത്രുവും വരില്ല. പേടിക്കണ്ട. നിയമനിർമ്മാണ സഭയിൽ നമുക്ക് ആളുണ്ട്. ഇവിടുന്നാണ് പാർലമെന്റിൽ ശബ്ദിക്കാൻ ആളുള്ളത്. നോക്ക് നിങ്ങൾ ഗുജറാത്തിന്റെ സമീപ പ്രദേശത്ത് ഉന്നോവയിൽ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നോർത്ത് ഇന്ത്യയിൽ കലാപമുണ്ട പള്ളിയൊക്കെ തട്ട് ഹരിയാനയിൽ തകർത്തില്ല. പള്ളി തകർത്തപ്പോൾ ഓടിപ്പോയത് എത്ര പാർലമെന്റ് മെമ്പർമാരുണ്ട് ഇന്ത്യയിൽ? പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ സന്ദർശിക്കാമെന്ന. പോലീസ് പറഞ്ഞു പറ്റില്ല. അയാൾ പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ വീടുകൾ തകർക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഞാനത് കാണാൻ വന്നതാണ്, എനിക്കത് കണ്ടേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോ പാർലമെന്റ് മെമ്പർ എന്ന പ്രിവിലേജ് വെച്ചുകൊണ്ട് പോലീസ് കൂടെ നിന്നു, കടന്നു ചെന്നു, കണ്ടു, സമാധാനിപ്പിച്ചു. പാവപ്പെട്ട ജനസമൂഹത്തിന് അത്തരം ഒരു സമാധാനം കൊടുക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ പോകാൻ പറ്റിയത് പൊന്നാനി എന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്കാർ. അത് നിങ്ങൾക്കൊരു സംഘടന ഉണ്ടായതുകൊണ്ടാണ്. വേറെ ഒരാളോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വലിയ വലിയ വടായി പറയുന്ന ആൾക്കാരൊക്കെ ഇന്ത്യയിലുണ്ട്, അവരോട് പോയി നോക്കിയിട്ടില്ല. എന്താ കാരണം? ഈ സംഘടന ലക്ഷ്യം അത് അടിച്ചമർത്തപ്പെട്ടവന്റെ കൂടെ ഉണ്ടാവും. അത് ഹിന്ദു അടിച്ചമർത്തപ്പെട്ടാലും അവന്റെ കൂടെ ഉണ്ടാവും. ഏത് ജാതിക്കാരന്റെ ബുദ്ധിമുട്ട് വന്നാലും അവിടെ ഉണ്ടാവും. കുട്ടികൾ ശരിക്കും മനസ്സിലാക്കും. അതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം ഭംഗിയാക്കാൻ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ചില ഗുണങ്ങൾ എന്താണ്? നിങ്ങൾ എങ്ങനെയാവണം? നമ്മളെ കണ്ട ആൾക്കാർ ഈ പാർട്ടിക്ക് അത് നിങ്ങൾ നല്ല ഉപ്പായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നല്ല ബിരിയാണി വെച്ചുകൊണ്ടുവരുന്നുണ്ടാവും. പിന്നെ എങ്ങനെ നിങ്ങളെ കണ്ട ആൾക്കാർ വരിക? നിങ്ങളെ സ്വഭാവം നന്നാവണം. നിങ്ങൾ ശരിയായ നിങ്ങളൊക്കെ നേതാക്കന്മാരാണ്. നിങ്ങളെ കുട്ടികൾക്കിടയിൽ നിങ്ങൾ നേതാവാണ്, കാരണന്മാർക്കിടയിൽ ഇവരൊക്കെ നേതാവാണ്, ഉമ്മമാർക്കിടയിൽ നിങ്ങളൊക്കെ നേതാവാണ്. ഒരു നേതാവിനുണ്ടാവേണ്ട 5 ഗുണങ്ങൾ നമ്മുടെ മദ്ഹബിന്റെ ശൈഖായ ഇമാം ഷാഫി തങ്ങൾ പഠിപ്പിച്ചു. ഇമാം ഷാഫി തങ്ങൾ പഠിപ്പിച്ച 5 ഗുണങ്ങൾ. അത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവർ ഒന്ന് സിദ്ഖുൽ ലഹ്ജ. സിദ്ഖുൽ ലഹ്ജ എന്ന് പറഞ്ഞാൽ സത്യസന്ധത. ലഹ്ജത്ത് എന്ന നിരന്തരമായ എപ്പോഴും സത്യം പറയില്ല. മൂപ്പര് സത്യം ചെയ്യൂ, മൂപ്പര് സത്യം പറയൂ. നിങ്ങളെ കൂട്ടുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കുറിച്ച് കുട്ടി സത്യസന്ധന. സംഘടനയുടെ തലപ്പത്തിൽ നിൽക്കുന്ന സംഘടനയിലുള്ള ആളുകളൊക്കെ അങ്ങനെ. ഒരു രാഷ്ട്രീയം വിജയിക്കാനുള്ള ഒന്നാമത്തെ, അല്ലെങ്കിൽ ഒരു സംഘടന വിജയിക്കാനുള്ള ഒന്നാമത്തെ കാര്യം നേതാവ് വിശുദ്ധനായിരിക്കണം, ക്രെഡിബിൾ ആയിരിക്കണം. ക്രെഡിബിൾ ആണ്. തങ്ങത്തിൽ കുഴപ്പം വരില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി അൽ അമീൻ എന്നറിയപ്പെടും, വിശ്വസ്തൻ, ആർക്കും തർക്കമില്ല.
എത്രത്തോളം ഖുറൈശികൾ ആകെ തർക്കിച്ചിട്ട് ഹജറുൽ അസ്വദ് എടുത്തു വെക്കാൻ പ്രയാസപ്പെട്ടു. നബി തങ്ങൾ 35-ാമത്തെ വയസ്സിലാണ്, നുബുവത്ത് കിട്ടിയിട്ടില്ല, നബി ആയിട്ടില്ല, 40 ആയിട്ടില്ല. അപ്പൊ ഈ ഖുറൈശികൾ തർക്കം മൂത്തപ്പോ അവർ അവസാന ഒരു ഉപായം പറയും. പള്ളിയിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആരാ നോക്കാം, അയാളെ നമുക്ക് മധ്യസ്ഥനാക്കാൻ പറ്റുമോ? ഇവരിങ്ങനെ നോക്കി നോക്കി അതാ കടന്നു വരുന്നു മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, നബി ആയിട്ടില്ല. എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് ഹാദൽ അമീൻ റദീന, ഇയാൾ വിശ്വസിക്കണം, നമുക്കൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു നേതാവാന്ന് പറഞ്ഞു. ഒരാളൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഓൻ തിരക്കിടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, ഞാൻ തിരക്കിടില്ല എന്ന് ഞാൻ പറഞ്ഞ ആളുകൾ അങ്ങനത്തെ ഒരു അവസരം. അബൂ സുഫിയാൻ വിചാരണ ചെയ്യപ്പെട്ടു. അബൂ സുഫിയാനോട് ചോദ്യം ചോദിച്ചു നജാശി രാജാവ്. ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത, മുഹമ്മദ് പ്രവാചകത്വം വാദിക്കുമ്പോൾ ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, മുഹമ്മദ് കളവ് പറയുന്നുള്ള വല്ല തോന്നലും നിൽക്കുന്നുണ്ടോ? കളവ് പറയോന്നല്ലോ ചോദിച്ചാൽ കളവ് പറയുന്ന തോന്നലുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞില്ല, ഒരിക്കലും പറയില്ല. അതൊരിക്കലും പറയാം. കണ്ടോ, ശത്രുവിന് പോലും മുത്തനബി വിശ്വാസം. അങ്ങനത്തെ ഒരു നേതാവായി മാറി നിങ്ങൾ എല്ലാവരും നമ്മൾ അംഗീകരിക്കും. അങ്ങനത്തെ ഒരു നേതാവിനെ നിങ്ങൾ കാണിച്ചു. ഹിജ്റ വേള എല്ലാവരും പോയി, സിദ്ദീഖ് തങ്ങളും പോയി, നബി തങ്ങളും പോയി, ആരാ ബാക്കിയുള്ള? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മാത്രം. 3 ദിവസം അലി തങ്ങളോട് മക്കത്ത് നിൽക്കാൻ പറഞ്ഞു നബി തങ്ങൾ. അലി 3 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. എന്തിനാ? കൃത്യമായി ചരിത്രം പറയുന്നുണ്ട്. അഖാമ അലി ഇബ്നു അബീ ത്വാലിബ് 3 ലയാലി വ അയ്യാമഹ, മക്കത്ത് അദ്ദേഹം 3 ദിവസവും 3 രാത്രി നിന്നു. ഹത്താ അദ്ദാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വദാഇ അല്ലതി കാനത ഇൻദഹു ലിന്നാസ്, ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തു തീർക്കാൻ. ഏതാ ഈ പൈസ? കടം വാങ്ങിയൊന്നല്ല. നബി തങ്ങൾ അമീന എന്നുള്ള നിലയ്ക്ക് നബി തങ്ങളുടെ വീട്ടിൽ കുറെ ഖുറൈശികൾ, അവിശ്വാസികൾ, കാഫിരീങ്ങൾ, ബഹുദൈവ വിശ്വാസികൾ പൈസ കൊണ്ട് സൂക്ഷിക്കാൻ ആവശ്യമുള്ളപ്പോൾ തന്നാൽ മതി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ, ബാങ്കൊന്നും വ്യാപകമല്ലാത്ത കാലത്ത്. ഇന്നിപ്പോ ബാങ്കിലിട്ട ബാങ്ക് ഒന്നായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോകും. കരുവന്നൂരാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, ബാങ്ക് വരെ വിശ്വാസമില്ലാത്ത കാലമാണ്. അന്ന് അങ്ങനെയല്ല. അങ്ങനെ നിമിത്തങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ച് എഴുതി വെച്ചിട്ട് ഇന്നാൾക്കാണ്. ഹിജ്റ പോകുമ്പോ ഇവരാരാ കൊല്ലാൻ നിൽക്കുന്ന ആൾക്കാരാണ്, വാള് കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. അവര് തന്ന പൈസ അത് അവർക്ക് കൊടുത്തിട്ട് വന്നാൽ മതി. 3 ദിവസം അതിനുവേണ്ടി ആളെ തെരഞ്ഞ് തിരിച്ചു കൊടുത്ത് 4ാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹു കൊടുത്തു. എന്തൊരു മാന്യത! അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പഠിക്കും, ശരിക്കും പഠിക്കുന്നു. ഒരു കള്ളത്തരം കാണിച്ചില്ല, ഒരു കള്ളത്തരവും കാണിക്കാതെ നബി തങ്ങൾ കൃത്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വല്ലാത്ത സ്നേഹം. അങ്ങനത്തെ ഒരു നേതാവാകണം. കളവൊന്നും പറയരുത്, കളവ് ചെയ്യരുത്. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്ന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞൊരു നേതാവിന് ഉണ്ടാവുന്ന ക്വാളിറ്റി. ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിലും മഹല്ല് പ്രസിഡന്റാണ്. ഇവിടെ മഹല്ല് പ്രസിഡന്റും മഹല്ല് ഭാരവാഹികളും ഒക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങൾ മഹല്ല് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, അബ്ദുല്ലാജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഇതൊരു പച്ച കലർന്ന മണ്ണാണ് കേട്ടോ. ഒരു വല്ലാത്ത വാക്കാണ്. അങ്ങനത്തെ നാട് കുറവാണ്. എന്തെങ്കിലും ഒരു പുഴുക്കുത്തതിന്റെ അടുത്ത് നിങ്ങൾ ഐക്യത്തോടെ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലാഹു ഐക്യം നിങ്ങൾക്ക് നിലനിർത്തി തരട്ടെ. ഇത് കെട്ടിപ്പടുത്ത മഹാന്മാർക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. രണ്ടാമത്തേത് കിത്മാനു സിർറ. കിത്മാനു സിർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? രഹസ്യം മറച്ചു വെച്ചു. സംഘടനയ്ക്കൊരു രഹസ്യം, കമ്മിറ്റിക്കൊരു രഹസ്യം, രാജ്യത്തിനൊരു രഹസ്യം. രാജ്യത്തിന്റെ രഹസ്യം ചോർത്തൽ കുറ്റം, രാജ്യദ്രോഹം. രഹസ്യം എന്നാൽ ആരാനെ ചതിക്കാനുള്ള ഏർപ്പാടല്ല. നമ്മൾ മാത്രം അറിയേണ്ട ചില കാര്യം ഉണ്ടാവും. ചില കുടുംബത്തിന് രഹസ്യം ഉണ്ടാവും. ഇന്നിപ്പോ രഹസ്യം എന്ന സംഗതി തീരില്ല. അടച്ചിട്ട റൂമിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അപ്പോൾ ഒരു വാട്സപ്പ്. വലിയ വലിയ മതസംഘടനയാണെങ്കിലും രാഷ്ട്രീയ സംഘടനയാണെങ്കിലും ഏതാണെങ്കിലും അതിന്റെ ഉള്ളിൽ നടന്ന ചർച്ച പിറ്റേ ദിവസം തീർച്ചയായിട്ട് പത്രത്തിൽ പ്രസ് റിലീസ് കൊടുക്കും. അതല്ല വരുന്നത് അവിടെ നടന്നത് ഓരോന്നും അപ്പടി എങ്ങനെ രഹസ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ ആവശ്യമുള്ള സംഗതിയാണ്. ഇതാ ഹദ്ദസ റജുലു ബിൽ ഹദീസ്, ഒരാള് നിങ്ങളോട് വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ അവൻ പിരിഞ്ഞു പോയാലും ഫഹിയ അമാനത്തുൻ, അത് അമാനത്ത് പോലെയാണ്. നിങ്ങളത് കറക്റ്റായിട്ട് സൂക്ഷിക്കണം. നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം. അത് ആരോടും കടന്നു പറയാൻ പറ്റിയതേ പറയാം. മുനാഫിക്കുകൾ
റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരുപാടുണ്ട്. അള്ളാന്റെ റസൂലിനെ അറിയാം ആരാ മുനാഫിക്ക്. ഒരാളോട് പറഞ്ഞില്ലല്ലോ, ഒരാളോട് പറഞ്ഞില്ല. അപ്പൊ മുനാഫിക്കാന്ന് പറഞ്ഞില്ല. മുനാഫിക്കുകളുടെ ലക്ഷണങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരാളായിരുന്നു ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല. ഹുദൈഫ റളിയല്ലാഹു തആല കാര്യത്തിൽ മിടുക്കന. അദ്ദേഹത്തിന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ, കാരണം അദ്ദേഹം ഒരിക്കലും ഈ രഹസ്യം ചോർത്തൂല. അദ്ദേഹത്തോട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ജനം വിളിച്ചൊരു പേരുണ്ട്. എന്താ ജനം വിളിച്ച പേര്? അമീൻ സിദ്ദി റസൂലുള്ളാഹി. ലുക്കിബ ബി അമീൻ സിദ്ദി റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ മനസാക്ഷി അറിയുന്ന ആളാണ് ഇയാൾ. റസൂലുള്ളാഹിന്റെ രഹസ്യം അറിയും. അദ്ദേഹത്തിന്റെ ഗുണത്തെ കുറിച്ച് നബി തങ്ങൾ എടുത്തു പറഞ്ഞ കാര്യം, കിത്മാനുൽ ലിസ്ബി ഫലാ യൻഫുദു ഇലാ ഗൈരിഹി അഹദ്. രഹസ്യം ശരിക്കും അയാൾ മറച്ചു പിടിക്കും. അയാളെ ഉള്ളിൽ കയറി ചോട്ടാൻ ഒരുത്തനും കഴിയില്ല. പലരും ചോദിച്ചിട്ടും അദ്ദേഹം മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ച പല രഹസ്യങ്ങളും പുറത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യന്റെ അവിടെ ഇസ്ലാമിന്റെ ഒരു മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സ്വഹാബി മരിച്ചാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം ഉമറുൽ ഫാറൂഖ് തങ്ങൾ മയ്യത്ത് നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ തീരുമാനിക്കൽ എങ്ങനെയാണ്? ഹുദൈഫ റളിയല്ലാഹു അൻഹു നിസ്കരിക്കണ്ടോ എന്നാ കുഴപ്പമില്ല. അദ്ദേഹം വരുന്നില്ലെങ്കിൽ അദ്ദേഹം സ്ഥലത്തുണ്ടായിട്ട് വരാത്താണ് ആൾ മുനാഫിക്ക. ആ വഴിക്ക് പോയില്ല. അത്രയും പ്രഗത്ഭരാണ്. അപ്പൊ രഹസ്യം സൂക്ഷിക്കൽ ഇസ്ലാമിൽ വലിയ പ്രധാനം. നമുക്ക് നോക്കുന്നില്ല അങ്ങോട്ട് പറയുന്ന നിങ്ങളൊക്കെ രഹസ്യം ശരിക്കും സൂക്ഷിച്ചുകൊണ്ട് കൂട്ടിപ്പിടിച്ചു. മൂന്നാമത്തേത് അൽ വഫാഉ ബിൽ അഹ്ദ്, കരാർ പാലിക്കുക. കരാർ പാലിച്ചേ പറ്റും. അത് ആരോടാണെങ്കിലും, ഹിന്ദുവിനോടാണെങ്കിലും ക്രിസ്ത്യാനിയോടാണെങ്കിലും. ഒരു ഉദാഹരണം പറഞ്ഞു. ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ ബദർ നടക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാപ്പയും പുറത്തന്നെ മദീനയുടെ പുറത്താണ്. അപ്പൊ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് രണ്ടുപേരും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത് അവർ അത്യാവശ്യത്തിന് വേണ്ടി പുറത്തു പോയി. അവര് യുദ്ധം തുടങ്ങുന്ന സമയത്ത് മക്കത്തെ ഖുറൈശികളുടെ പിടിപെട്ടി അവർ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മദീനക്കാണെങ്കിൽ വിടൂല. ഇവർക്കാണെങ്കിൽ മദീനയിൽ പോയി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത താല്പര്യവും. ആദ്യത്തെ യുദ്ധം റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധം ചെയ്യും സഹിക്കണില്ല. എടങ്ങേറായിട്ട് അവർ എന്ത് ചെയ്തു? ഞങ്ങളെ വിടാൻ എന്താ ഒരു നിബന്ധനകൾ വരെ എന്ത് പറഞ്ഞാലും തരാം. ഞങ്ങളെ വിടാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ വിടാ, നിങ്ങൾ ചെയ്യേണ്ടത് മദീനയിൽ ചെന്നിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനും പാടില്ല, ഞങ്ങൾക്കെതിരെ ഒരു സഹായം ചെയ്യാനും പാടില്ല. വിട്ടുകിട്ടണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടുകൂടി ആ കരാർ അവർ അംഗീകരിച്ചു. ആ കരാർ അംഗീകരിച്ച് അവർ നേരെ മോചിതരായി നേരെ മദീനയിൽ വന്നു. മുത്തുനബി തങ്ങളെ കണ്ടു, നബി ഇങ്ങനെയാണ് സംഭവം, ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ പറ്റുന്നില്ല, പക്ഷെ അവരോടാണ് കരാർ, എന്താ ചെയ്യേണ്ടത്? എന്താ നബി തങ്ങൾ പറഞ്ഞത്? എന്താ നമ്മൾ വിചാരിക്കുന്നത്? അത് അവരോടുള്ള കരാറല്ല. ബദർ പ്രധാന യുദ്ധത്തിൽ ഇങ്ങോട്ട് വാ, യുദ്ധം ചെയ്യുന്നല്ല പറഞ്ഞത്. നബി തങ്ങൾ ലോകത്തിന് ഒരു നേതാവുണ്ട്, നിങ്ങൾ അവരോട് വെച്ച കരാറ് പാലിക്കണം, ഈ യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. അത് അവരോട് വാക്കുകൊടുത്തില്ലേ, അതങ്ങനെ തന്നെ നോട്ടെ. പക്ഷേ ഈ യുദ്ധത്തിൽ നമ്മുടെ വിജയത്തിന് വേണ്ടി പടച്ചിറപ്പിനോട് സഹായം തേടണം. ഒരു ദ്വാരം അവിടെ ഇരുന്നാൽ മതി, യുദ്ധത്തിന് വരണ്ട. കണ്ടോ, യുദ്ധത്തിന് വരണ്ടാതോ. അപ്പൊ നിങ്ങൾ നോക്കുന്നു, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ബദർ യുദ്ധത്തിന് പോലും ഇവർ മുസ്ലിങ്ങളോട് ചില കരാർ പാലിക്കാൻ. അപ്പൊ നമ്മുടെ സംഘടനാ ശാസ്ത്രം എത്ര വലുതാ, പിന്നെ എങ്ങനെ നമ്മൾ ആൾക്കാരെ എതിർക്കുക, എങ്ങനെ വെറുക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കിച്ചു. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു വ്യക്തമായ മാർഗരേഖയുണ്ട്, നമുക്കൊരു മാർഗമുണ്ട്, അതനുസരിച്ച് നിൽക്കണം നമ്മൾ. ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നിരാശരാവാതെ ശക്തമായി മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നാലാമത്തത് ബദലുൻ നസീഹ, ഗുണകാംക്ഷാ മനോഭാവം. എല്ലാവരോടും നല്ല സ്വഭാവം കാണിക്കണം. നമ്മൾ അല്പങ്ങൾ ലീഗുകാരാണെന്ന് കരുതി മറ്റു മതക്കാരോടോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാരോട് ഒരു വിദ്വേഷം കാണിക്കുക, ആരോടും ഒരു വെറുപ്പ് കാണിക്കുക. നമ്മളെ ഈ അന്തസ്സ് കാത്തു സൂക്ഷിച്ചിട്ട് എല്ലാവർക്കും ഗുണമുള്ള പണിയാണ്, എല്ലാവർക്കും ഗുണം ചെയ്തു കൊടുത്താൽ നമ്മൾ അതാ വേണ്ടത്. സങ്കുചിത മനസ്സിന്റെ ഉടമകളാകരുത്. റസൂലുള്ളാഹിനെ ത്വായിഫിൽ വെച്ച് മർദ്ദിച്ചപ്പോ മലക്ക് വന്ന് ചോദിച്ചല്ലോ, അവരെ കൊന്നാലോ? 2 മലണ്ട് അടുപ്പിച്ചാൽ ഒരു പപ്പടമോ?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വേണ്ട, അർജു അൻ യുഖല്ലിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹദ. അല്ലാഹു ഏകനാണെന്ന് പറയുന്ന ഒരു തലമുറ ഇവരെ പിന്നെന്ന് വരുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. അത് മതിയാണ്. അതാണ് മനസ്സിലാക്കുന്നത്. അതാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവം. ഈ ഒരവസ്ഥ അത് ജീവിതത്തിൽ പകർത്തണം. അഞ്ചാമത്തേത് അദാഉൽ അമാന, ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കുക. നിങ്ങളൊക്കെ വലിയ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ആൾക്കാരാണ്. ഈ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ നിങ്ങൾ വന്ന് 6 ക്ലാസ് കേട്ടാൽ അടുത്ത തലമുറക്ക് നിങ്ങൾ എത്തിച്ചു. അത് നിങ്ങളെ കടമയാണ്. ആ കടമ നിങ്ങൾ നിർവഹിക്കണം. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഇത് കടമ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന രീതിയിൽ പഠിക്കേണ്ട എന്താ അറിയോ? കാര്യങ്ങളൊക്കെ പരസ്പരം കൂടി ആലോചിക്കണം. അമ്മാനോടുമാരോടൊക്കെ ചോദിക്കുന്ന പോലെ, സഹപ്രവർത്തകരോട് ചോദിക്കുന്ന പോലെ, പാർട്ടിയിലെ കാരണന്മാരോട് ചോദിക്കുന്ന പോലെ നമ്മൾ പരസ്പരം കൂടി ആലോചന ഇല്ലാത്തൊരു സമൂഹം പരാജയപ്പെടും. നമ്മൾ തന്നെ എല്ലാം ചെയ്യാന്നാക്കിയാൽ പറ്റില്ല. കൂടി ആലോചിക്കുമ്പോൾ നേതാക്കൾ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ ഖന്തക്ക് യുദ്ധം നിങ്ങൾക്കൊക്കെ അറിയാം. ഖന്തക്ക് വലിയ പരീക്ഷണം. കാരണം മുസ്ലിങ്ങളെ ഒരു കൂട്ടിലിട്ട് കൊല്ലാൻ തീരുമാനിച്ച പോലെ ഖന്തക്കിൽ സഖ്യകക്ഷികളായിരുന്ന ബനൂ നദീർ ഗോത്രക്കാർ മക്കത്ത് പോയി മക്കക്കാരെ ചൂടാക്കി യുദ്ധത്തിന് അവരെ ഇളക്കി വിടുക. ബനൂ നദീർ യുദ്ധത്തിന് തയ്യാറാവുക. അതുപോലെ തന്നെ നജ്ദിലെ ഒരു സംഘമാണ് ഒത്തഫാൻ ഗോത്രക്കാർ, അവർ യുദ്ധത്തിന് തയ്യാറാവുക. നജ്ദിലെ ഒത്തഫാൻ, ഖുറൈശികൾ, ബനൂ ഖുറൈദ, ബനൂ നദീർ ചുറ്റുവട്ടത്തിൽ ശത്രുക്കളാണ്. ഒരു രക്ഷയില്ല. എന്താ ചെയ്യാ? ഈ യുദ്ധം നടന്നാൽ മുസ്ലിങ്ങൾക്ക് മദീനയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ തീരുമാനിച്ചു ഒത്തഫാൻ ഗോത്രക്കാരുമായിട്ടൊന്ന് സംസാരിക്കുക. അങ്ങനെ ഒത്തഫാൻ ഗോത്രക്കാരുമായി സംസാരിക്കാൻ നബി തങ്ങൾ തീരുമാനിച്ചു. ഒറ്റക്ക് പോയി നജ്ദിലെ ഒത്തഫാന്റെ തലവനെ കണ്ടു. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വേണമെങ്കിൽ യുദ്ധത്തിന് ഒഴിവായിക്കോളാം, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഈ കൊല്ലത്തെ മദീനയുടെ കാർഷിക വിഭവത്തിന്റെ 1/3 സുലുസു സിമാനിൽ മദീന, അത് തരുമോ? ഞങ്ങൾ നിങ്ങളെ കൂടെ നബി തങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, ഈ വലിയ ശാക്തിക സംഘടന ഒഴിവാക്കാൻ അതല്ല നല്ലത്. തരാന്ന് പറഞ്ഞിട്ടുള്ള കരാറാക്കണല്ലോ. അങ്ങനെ കരാർ എഴുതാൻ തീരുമാനിച്ചു. എഴുതിയിട്ടില്ല. എഴുതാനേ ഉള്ളൂ. എഴുതുമ്പോഴേ കരാറാവും. യുദ്ധത്തിൽ അങ്ങനെയാണ്. ഈ അഭിപ്രായം നബി തങ്ങൾക്ക് സ്വീകാര്യ. പക്ഷെ നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, എനിക്കത് സ്വീകാര്യമാണെങ്കിലും ഞാൻ എന്റെ സഹപ്രവർത്തകരോട് ചോദിച്ചിട്ട് വരാന്ന്. സഅദ് ഇബ്നു മുആദും സഅദ് ഇബ്നു ഉബാദയും മദീനത്തെ 2 പ്രബല ഗോത്രത്തിന്റെ തലവന്മാരാണ്. അവരോടൊന്ന് ചോദിക്കട്ടെ എന്ന് നബി തങ്ങൾ സമ്മതിച്ച കാര്യം. ആ കൊല്ലത്തെ മദീനയുടെ കാർഷിക വിഭവത്തിന്റെ 1/3 അവർ കൊടുക്കാം. നബി തങ്ങൾ നേരെ ഇവരെ 2 ആളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്, നമ്മുടെ യുദ്ധം ഒഴിവാക്കിയല്ലേ ഇവരെ കൂട്ടിയിട്ട് ചോദിച്ചു. ഉടനെ തന്നെ ഇവർ ചോദിച്ച ചോദ്യം, ഇത് നിങ്ങളെ സ്വന്തം തീരുമാനമാണോ അതോ അള്ളാഹു പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ബൽഹുവ അംറുൻ അസ്നഉഹു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് അത്. എന്നാ ഞങ്ങളുടെ ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞോളൂ. ആരാ പറയാന്ന് ചോദിച്ചു. സഅദ് ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞു, ഞാൻ പറയാം. സഅദ് ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലഖദ് കുന്നാ നഹ്നു വഹാഉലാഇൽ ഖൗമു അല ശിർക്ക്, ഞങ്ങളും അവരൊക്കെ മുശ്രിക്കീങ്ങളായിരുന്നല്ലോ, ഇപ്പൊ ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഞങ്ങൾ മുശ്രിക്കീങ്ങളായി ഒപ്പം നിൽക്കുന്നവരുണ്ട്. ഫമാ തബിഉ അൻ യനാലു മിന്നാ സമറതൻ ഇല്ലാ ബിശിറാഇൻ ഔ ഖിറാ. അഭിമാനത്തിന്റെ വാക്കാണ്. ഞങ്ങളും അവരും മുശ്രിക്കീങ്ങളായി ഈ രാജ്യത്ത് ജീവിക്കുന്ന കാലത്തെ ഞങ്ങളെ ഈത്തപ്പഴത്തിന്റെയോ മുന്തിരിയുടെയോ ഒന്ന് വിൽപ്പന വഴിയോ വീട്ടിൽ വിരുന്നിന് വരുമ്പോഴോ അല്ലാതെ അവർ ചോദിച്ചിട്ടില്ല. ഇപ്പൊ അവർ ഭീഷണിപ്പെടുത്തി 1/3 വാങ്ങുകയാണില്ലേ, ഇത് അടുത്തൊല്ലം വാങ്ങൂലേ, ഇതവർ തുടരൂലേ? അങ്ങനെ അവർക്ക് ഇങ്ങനെ കാർഷിക 1/3 കൊടുക്കാൻ തിരിഞ്ഞാൽ അവർ ആ ഭീഷണി പിന്നെ മുടക്കൂലേ? അത് നമുക്ക് ബുദ്ധിമുട്ടാവൂലേ നബിയെ? അപ്പോഴാണ് നബി തങ്ങൾ ചിന്തിച്ചത്, അത് ശരിയാണോ? ശരി, എന്നാ വേണ്ട. പിന്നെന്താ വേണ്ടതെന്ന് ചോദിച്ചു. അവരൊറ്റ വാക്കിൽ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് മാ നൂതിഹിം ഇല്ല സൈഫ്, യുദ്ധാണെങ്കിൽ യുദ്ധം, ഞങ്ങൾ റെഡിയാണ്. ആയിക്കോട്ടെ. റസൂലുള്ളാഹി തങ്ങൾ ശരിക്ക് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനമാക്കിയ വിഷയമാണ്, നിങ്ങൾക്ക് 1/3 തരാം. പക്ഷേ ഈ 2 പ്രമുഖ ഉമറാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയല്ല. നബി തങ്ങൾ അതാണ് അംഗീകരിച്ചിട്ട് അവരോട് പോയി പറഞ്ഞെന്താ, വഅലൽ ഫൗരി അദല റസൂലു അൻ റഈഹി. പെട്ടെന്ന് നബി തങ്ങൾ തന്നെ കാഴ്ചപ്പാട് മാറ്റി. വാക്ക് മാറ്റിയതല്ല, ഇവര് പറഞ്ഞപ്പോ ആ മുഷാവർ അംഗീകരിച്ചു.
ഒത്തഫാനിലെ ലീഡേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു അന്ന അസ്ഹാബഹു റഫദു മശ്റൂ അൽ മുഫാവള, നമ്മൾ ആ കരാറുണ്ടല്ലോ അതെന്റെ സഹാബികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവർ തള്ളിയാ പിന്നെ എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് അന്നഹു അഖററ റഅയഹും, അവർ പറഞ്ഞാൽ ശരി, ഞാൻ അവിടെ നിൽക്കണം, യുദ്ധം അതന്നെ. അതാണ് ഖന്തഖ് യുദ്ധം, അഹ്സാബ് യുദ്ധം എന്താ പറയുക, കക്ഷി യുദ്ധം. കൂടിയാലോചന കൊണ്ട് ഒരു പ്രതിസന്ധി നബി തങ്ങൾ തീർത്തു. ആ ഒരു സ്വഭാവം നമുക്ക് വേണം. സംഘടനയിൽ വേണ്ട ഏറ്റവും വലിയ സ്വഭാവത കൂടിയാലോചന. നമ്മളൊക്കെ ഓരോ വിഷയവും കൂടിയാലോചിച്ച് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ല തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും കഴിയും. ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും കൂടി നിന്നുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴാണത്. ഇനി നമ്മൾ അണികളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഉഹദില് ഏറ്റവും വലിയ പരാജയം ഉണ്ടായത് എന്താ? വില്ലാളി വീരന്മാർ 50 ആളെ നിർത്തിയില്ലേ? അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ തങ്ങളുടെ നേതൃത്വത്തിൽ അവരൊക്കെ ഒന്നായിട്ട് ഇറങ്ങിപ്പോന്നല്ലോ. യുദ്ധം ജയിച്ചു എന്ന് കരുതി ഒന്നായിട്ട് ഇറങ്ങിപ്പോന്നപ്പോൾ ആകെ ബുദ്ധിമുട്ടായില്ലേ? നബിത്തങ്ങളെ പല്ല് പൊട്ടിയില്ലേ? യുദ്ധം പരാജയപ്പെട്ടു എന്ന് കിംവദന്തി ഉണ്ടായില്ലേ? നബിത്തങ്ങൾ മരിച്ചു എന്ന് വരെ വിളിച്ചു പറഞ്ഞില്ലേ? ആകെ പതറിയില്ലേ? പിന്നെ ജയിച്ചു വേറെ കാര്യം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ സംഭവിച്ചത്? എന്താ അവിടെ ഉണ്ടായത് നിങ്ങൾക്കറിയില്ലേ? അവിടെ സംഭവിച്ചത് ആ ആൾക്കാരോട് പിന്നെ എങ്ങനെ പെരുമാറേണ്ടതെന്നാണ്. അവർ ചെയ്ത് വലിയ തെറ്റാ. പക്ഷെ അള്ളാഹ് പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, പടച്ചോനെ അള്ളാന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ അവരോട് നല്ലൽക്ക് പെരുമാറി. അവർ ദേഷ്യപ്പെട്ടില്ല, അവരെ ചീത്ത വിളിച്ചില്ല. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫദൂ മിൻ ഹൗലിക, ആ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് ആട്ടി വിട്ടിരുന്നെങ്കിൽ അവരൊക്കെ പോകും. എന്നിട്ട് എന്താ അള്ളാഹ് പറഞ്ഞത്? ഫഅഫു അൻഹും, അവരെ ചെയ്ത് തെറ്റാണ്, പുറത്തു കൊടുക്കി നബിയെ, പുറത്തു കൊടുക്കി. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുക. എന്നിട്ടോ വശാവിറുഹും, അവരോട് നിങ്ങൾ മുശാവറ ചെയ്യുക. ഫിൽ അംരി, കാര്യങ്ങളൊക്കെ. ഫഇദാ അസംത, ഉറപ്പിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്. കണ്ടോ? അപ്പൊ അണികളെടുത്തൊരു ചെറിയ തെറ്റൊക്കെ പറ്റിയ ഒറ്റടിക്ക് അവരെ തള്ളിക്കളയണ്ട. നമുക്കിപ്പോ അങ്ങനെയാണ്. അവരെ ചേർത്ത് പിടിക്കാൻ എന്താണ് മാർഗമെന്ന് നോക്കണം എന്ന് കൂടി പറഞ്ഞു. ഇവിടെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു പദമുണ്ട്, വലക്കത് അഫ്ളഹല്ലാഹു സുബ്ഹാനഹു വ തആല ലിന്നബിയ്യി കൈഫ തകൂനുൽ ഖിയാദത്തുൽ ഹകീമ, എങ്ങനെയാണ് ഒരു ഭദ്രമായ നേതൃത്വം എന്ന് നബി തങ്ങൾക്ക് അല്ലാഹു ഇതിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. തെറ്റ് പറ്റിയ ആൾക്കാരോട് വിട്ടുവീഴ്ച ചെയ്ത് അവരോട് മുശാവറ ചെയ്ത് അവരെ ചേർത്ത് പിടിക്കുക. അവിടെ എന്തായി? തെറ്റ് പറ്റിയിട്ട് ഞങ്ങൾ നേതാവ് ഞങ്ങൾ ഒപ്പം നിർത്തിയല്ലോ, പിന്നെ അവർക്ക് യാതൊരു പതർച്ച ഉണ്ടാവും. ഒരു സംഘടന വളർത്തേണ്ടത് അങ്ങനെയാണ്, കൂട്ടിപ്പിടിച്ചുകൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടുമാണ്, എന്നാൽ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 9 മണി വരെ ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ ഇനിയും വരാം. ഈ പൊളിറ്റിക് ക്ലാസ്സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. കാരണം എന്തുകൊണ്ട്? ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇതുകൊണ്ട് എന്ത് നേടി എന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാത്തത്. ഞാനീ പറഞ്ഞ വ്യതിരിക്തമായ മറ്റൊരു മേഖലയിലൂടെ ഇതിന്റെ ആവശ്യകത, ഇതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എന്ത് കിട്ടുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉമ്മമാര് മനസ്സിലാക്കണം. ഈ ഒരു സംരക്ഷണ വലയമില്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങൾ ഇന്ന് ഉത്തരേന്ത്യയിൽ എന്തൊക്കെ കട്ടപ്പാടാ സഹിക്കുന്ന അറിയോ നിങ്ങൾക്ക്? മാനഭംഗപ്പെടുത്തപ്പെട്ട സ്ത്രീകളുടെ കണക്ക് പോലും കൃത്യമായി പുറത്തു വരുന്നില്ല. അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യന്റെ മക്കളുടെ കഥ പുറത്തു വരുന്നില്ല. പാലസ്തീന്റെ മക്കൾ നിങ്ങളെപ്പോലുള്ള കുട്ടികളെ ഒക്കത്ത് പിടിച്ചുകൊണ്ട് ഒരു പായക്കെട്ടും കൊണ്ട് അവരിങ്ങനെ പലായനം ചെയ്യുക. എവിടുക്ക അറിയില്ല, അള്ളാന്റെ ഭൂമിയിൽ എവിടെ പോകുന്ന അറിയില്ല. പക്ഷെ അവർ വിശ്വസിക്കുന്നു അള്ളാഹു ഞങ്ങൾക്കൊരു ഫറജും മഖ്റജും തരുമെന്ന്. അങ്ങനെ അനന്തമായി നീങ്ങേണ്ടവരല്ലല്ലോ നമ്മള്. നമുക്കൊരു പ്ലാൻ വേണം, ഒരു മിഷൻ വേണം. നമ്മളൊന്ന് ഒന്നിച്ചു നിന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നേരിട്ട് ഈ രാജ്യം നമ്മുടേതാണ്, ഈ രാജ്യം ഭരിക്കുന്ന കുഞ്ചിക സ്ഥാനത്ത് നമ്മൾ വരണം. എന്റെ മുമ്പിരിക്കുന്ന കുട്ടികൾക്ക് 3 ഉപദേശം എനിക്ക് കൊടുക്കാനുള്ളത്. 3 ഉപദേശം നിങ്ങൾ മുറുകെ പഠിക്കണം. നമുക്ക് ഇന്ത്യയിൽ വിജയിക്കണമെങ്കിൽ, ലോകത്ത് വിജയിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ 3 കാര്യം നിങ്ങൾ ചെയ്യണം. എന്താണ് 3 കാര്യം? ഒന്ന്, ശരിയായ ഇസ്ലാമിക ബോധം മുറുകെ പിടിക്കണം. നല്ല മതം പഠിച്ച് നല്ല ദീൻ ഉൾക്കൊണ്ട് ഇസ്ലാമിനെ കളഞ്ഞു കുളിക്കാതെ പടച്ച റബ്ബിന്റെ സഹായം കിട്ടത്തക്ക വിധമുള്ള ജീവിതം നയിക്കണം. നിങ്ങൾ രാവിലെ സുബഹി നിസ്കരിച്ച് ഖുർആൻ ഓതി നല്ല ചിട്ടയിൽ ജീവിച്ച് നമ്മുടെ സ്വഭാവം കണ്ടാൽ മറ്റുള്ളവർ തരക്കെടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. ഒന്ന്, ഒരു യഥാർത്ഥ മുസ്ലിം ആകണം എന്നർത്ഥം. ഒന്നാമത്തെ അതാ.
രണ്ടാമത്തെ, നിങ്ങൾ നല്ല ഭൗതിക വിദ്യാഭ്യാസം നടത്തും. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കുഞ്ചിക സ്ഥാനമാണ് സിവിൽ സർവീസ്. സിവിൽ സർവീസ് ഒന്നിൽ കലക്ടറാകും, അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിന്റെ സെക്രട്ടറി ആവും, അല്ലെങ്കിൽ ഫോറിൻ മിനിസ്ട്രിയിൽ വരും, അംബാസഡർ ആവാലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, SP ആകാം. രാജ്യത്തിന്റെ കുഞ്ചിക സ്ഥാനത്ത് നമ്മുടെ മക്കൾ വരണം. ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ധാരാളം ഉണ്ട്. CH മുഹമ്മദ് കോയ സാഹിബ് പണ്ടേ സ്വപ്നം കണ്ടതാണ്, നമ്മളെ മക്കൾ ഉയർന്ന പോസ്റ്റുകളിൽ വരും. ഡോക്ടർ എഞ്ചിനീയർ മാത്രമായ പോരാ, അന്നത് മതിയായിരുന്നു. ഇന്നത് പോരാ, ഇന്നത് പോരാ. നിങ്ങൾക്ക് ഇന്ന് ഡോക്ടറും എഞ്ചിനീയറും ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് നിങ്ങൾ നല്ല IPS ഓഫീസർമാർ, ജില്ലാ കലക്ടർമാർ, ഡെപ്യൂട്ടി കലക്ടർമാർ ഒക്കെ വേണം. തിരുവനന്തപുരത്ത് എന്നാൽ വകുപ്പിന്റെ സെക്രട്ടറിമാർ നിങ്ങളാവണം. അത് നമുക്ക് രാജ്യം തരുന്ന അവകാശം. പഠിച്ച് മിടുക്കന്മാരാകും. ഡോക്ടറും എഞ്ചിനീയറുമാകാനുള്ള ബുദ്ധിമതി ഇത് പഠിച്ച് പാസ്സാകാം. അതോടൊപ്പം തന്നെ ആ ഭാഗത്തിന് വേറൊന്നുകൂടി വേണം. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഗതിയാണ് ജുഡീഷ്യറി, കോടതികൾ. നല്ല അഭിഭാഷകർ വേണം. മുൻസിഫ് മജിസ്ട്രേറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് നല്ല ജഡ്ജിമാർ വരണം. സുപ്രീം കോടതി വരെ നമ്മൾ ജഡ്ജിമാരെത്തണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. നിയമം ഒരു തലവേദനയാകുന്ന കാലമാണ് ഇപ്പോൾ. നല്ല ജഡ്ജിമാർ, ജസ്റ്റിസുമാർ നമ്മുടെ കൂട്ടത്തിൽ വരണം. നല്ല ദീനീബോധമുള്ള കോടതിയിൽ ചേംബറിൽ കയറി ഇരുന്നിട്ട് വിധി പറയാൻ പറ്റിയ ചെറുപ്പക്കാരികളും വരണം. കഴിയും. ആര് പറഞ്ഞു കഴിയില്ല? ബുദ്ധി ഉണ്ടെങ്കിൽ അധ്വാനമില്ലാത്ത ജോലിയാണ്, ശ്രദ്ധിക്കപ്പെടുന്ന ജോലിയാണ്, ഒരു സമൂഹത്തിന് ഗുണം ചെയ്യാൻ പറ്റുക. വളരെ പ്രധാനമാണ് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, സാമുദായിക ഐക്യം. ഒരുമിച്ച് നിൽക്കുക, പരമാവധി ഒരുമിച്ച് നിൽക്കുക. ഒരു വിള്ളലുണ്ടാവാതെ, പൊതുകാര്യത്തിലെങ്കിലും ഒരുമിച്ച് നിൽക്കുക. അടിസ്ഥാനപരമായി പല കാഴ്ചപ്പാടുകൾക്കൊക്കെ ഉണ്ടാവും. ആ കാഴ്ചപ്പാടൊക്കെ മാറ്റിവെച്ച് ഒന്നിച്ച് നിൽക്കുക. അപ്പൊ ഇതിൽ പല കാഴ്ചപ്പാടുകളുണ്ടാവും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ തലപ്പത്തിരുന്ന ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കോഴിക്കോട്ട് വെച്ച് പൊതുസമ്മേളനത്തിൽ പ്രാർത്ഥിച്ചു, പടച്ചവനെ ഈ സംഘത്തെ നിലനിർത്തണേ. ഒരാലിമാണ്, ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണ്. ആലിമ് മാത്രമല്ല, സൂഫിയാണ്. ചിന്തിക്കണം. നിങ്ങളെ കാരണവന്മാർ ആ പാത പിന്തുടർന്നിട്ട് ആ ലീഗോടെ വളർത്തിയത്. പഠിക്കണം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാരുമാണ് ഇവിടെ സമത്തയെ വിത്തിട്ട് വളർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യകാലത്തെ രണ്ടുപേര്. ആ പറവണ്ണ ഉസ്താദ് കൃത്യമായി പഠിച്ചു നോക്കണം നിങ്ങൾ. വെള്ളിയാഴ്ച പള്ളിയിൽ കമ്മ്യൂണിസത്തിനെതിരെ ശക്തമായി ഉത്ബോധിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണികയിലുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ പ്രസംഗിച്ചു, കമ്മ്യൂണിസത്തിനെതിരെ മെഹ്റാബിൽ നിന്നിട്ട് പ്രസംഗിച്ചു. ആ കാലത്താണ്. മമ്പുറത്ത് തങ്ങൾ മെഹ്റാബിൽ എഴുതി വെക്കാൻ പറഞ്ഞല്ലോ, പൊന്നാനി പള്ളിന്റെ മെഹ്റാബിലെ കമ്മ്യൂണിസത്തിന് എഴുതി വെക്കാൻ പറഞ്ഞു. ചരിത്രം പഠിക്കും നിങ്ങൾ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ 1930-കളിൽ 34 സ്ഥാനാർത്ഥി. നീലഗിരി അടക്കമുള്ള പ്രദേശം ഒന്നിച്ചൊരു മണ്ഡലമാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ചുമതലയുള്ള കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു അദ്ദേഹം. ഞാൻ പറയല്ല, അദ്ദേഹത്തിന്റെ സ്മരണികൾ പഠിക്ക്. ആലിമ്യങ്ങളൊക്കെ എന്തേ ഇതിന്റെ കൂടെ നിന്നത്? നിങ്ങളെ കാരണവന്മാർ എന്തേ ആ മഹത്തുക്കൾ ഇതിന്റെ ഒപ്പം നിന്നത്? മുസ്ലിം സമൂഹത്തിന് സംഘശക്തി വേണമെന്നുള്ള തിരിച്ചറിവുണ്ടാണ്. ആ തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ളവർ ഈ ഉമ്മത്തിനെ നയിച്ചപ്പോൾ അതിനോട് ചേർന്ന് നിന്നവരാണ് ആലിമീങ്ങളിൽ നമ്മൾ കണ്ട പ്രമുഖർ മുഴുവൻ. അത് KT മാനു മുസ്ലിയാരാണെങ്കിലും, KC ജമാലുദ്ദീൻ മുസ്ലിയാരാണെങ്കിലും, KV ഉസ്താദാണെങ്കിലും അവരൊക്കെ അതിന്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിന് കരുത്ത് പകർന്ന ആൾക്കാരാണ്. സമാനമായ മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ല. സമാനമായ മറ്റൊരു സംവിധാനവും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു ചരിത്ര പാരമ്പര്യത്തിലേക്ക് തിരിച്ചു നടക്കണം നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുകൂടി പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ലൈസ ബിഖൈരികും മൻ തറക ദുനിയാഹു ലിആഖിറതിഹി വലാ മൻ തറക ആഖിറതഹു ലിദുനിയാഹു. ദുനിയാവിന് വേണ്ടി ആഖിറ ഒഴിവാക്കലും ആഖിറത്തിന് വേണ്ടി ദുനിയാവ് ഒഴിവാക്കലും ഖൈറല്ല. ദുനിയാവിന് വേണ്ടി ആഖിറ ഒഴിവാക്കണ്ട, ആഖിറത്തിന് വേണ്ടി ദുനിയാവ് ഒഴിവാക്കണ്ട. എന്താ അർത്ഥം? മതബോധത്തിന്റെ പേരിൽ രാഷ്ട്രീയം ഒഴിവാക്കണ്ട, രാഷ്ട്രീയത്തിന്റെ പേരിൽ മതബോധം ഒഴിവാക്കണ്ട. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം.
രണ്ടും വേറിട്ട് കണ്ടുകൊണ്ട് വേറിട്ട് നിൽക്കൽ ഖൈറല്ല. എന്താ കാരണം? നമ്മൾ പള്ളിയിൽ നിസ്കരിച്ച് നോമ്പൂറ്റ് മാത്രം അടങ്ങി ഈ സംഗതി മുന്നോട്ട് പോകില്ല. ഇത് മുന്നോട്ട് പോകുന്നത് വേണം, അത് വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടു കൂട്ടരും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമുക്കിടയിൽ ഒരു ചർച്ച ചാനലുകാരൊക്കെ ഉണ്ടാക്കുകയാണ്, വെറുതെ ഉണ്ടാക്കുകയാണ്. സമസ്തയും ഈ സംഘശക്തി രണ്ടു വഴിക്ക് പോകുന്നു, വെറുതെ പറയാം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു ഭാഗത്ത്, അതിന്റെ പിൻഗാമിയായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ സ്ഥാനത്തുണ്ട്. കണ്ണീത്ത് ഉസ്താദ് ശംസുലമ പോലുള്ള മഹത്തുക്കൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഭാഗത്ത് സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങളുണ്ട്. രണ്ടും സയ്യിദന്മാരാണ്. ഇത് ഭിന്നിപ്പിക്കാനായിട്ട് മാധ്യമങ്ങളാ ശ്രമിക്കുന്നത്. അവർ തമ്മിലൊരു കുഴപ്പമില്ല, ജനങ്ങൾക്ക് ചർച്ച ഉണ്ടാക്കി തരും. വ്യക്തിപരമായി സഹായം നൽകുന്ന ആളുകൾ സമത്വയുടെ കൂടെ നിൽക്കുന്നുണ്ടാകും. വ്യക്തിപരമായ സഹായം പലരും ചെയ്യും, അവർ പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല. പക്ഷെ സംഘടനാപരമായ സഹായം ആര് തരും? അത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എത്രയോ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു നോക്ക്. 89 പ്രധാന വിഷയം ഉണ്ടായ സമയത്ത് എന്താ ചെയ്തത്? സമത്വയുടെ മുഷാവറ തീരുമാനിച്ചൊരു തീരുമാനം, ദീർഘചരിത്ര. എറണാകുളത്തേക്ക് പോകുന്നത് ശരിയല്ല, ആ സമ്മേളനം വേണ്ട, സമസ്തയുടെ അനുമതിയില്ല, മുഷാവറ തീരുമാനം. ആ തീരുമാനം പുറത്ത് വന്ന ഉടനെ പത്രസമ്മേളനം വിളിച്ചിട്ട് ശിഹാബ് തങ്ങൾ പറയാണ്, എന്റെ പാർട്ടിക്കാരും പോകണ്ട. എതിർക്കാൻ ആളുണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മളൊരു പാർട്ടിയല്ലേ, നമ്മളെ ഇടപെടണമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ശിഹാബ് തങ്ങൾ പത്രക്കാരോട് പറഞ്ഞ എന്താ അറിയോ? സമസ്ത മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും ഭദ്രമായ ഒരു സംഘടനയാണ്, അതിൽ ഭിന്നിപ്പുണ്ടായാലും ഉമ്മത്ത് പിണരാൻ പാടില്ല, അതുകൊണ്ട് ആരും പോകണ്ട. വല്ലാത്തൊരു സംഭവമല്ലേ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു സഹായം ആ സമയത്ത് കിട്ടുക എന്നുള്ളത് ചെറുതാണോ? മറക്കാൻ പറ്റുമോ? ഇന്നതിന്റെ പ്രസക്തി ചോദ്യം ചെയ്യുന്നവരുണ്ടാകാം, അത് വലിയ കാര്യമല്ലേ? അതുപോലെ നിങ്ങൾ നോക്കൂ, മഞ്ചേരിയിൽ ഇസാഖ് കുരുക്കള് CH മരിച്ച ഉടനെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ആ MDP വന്നത് ഭയങ്കര പ്രശ്നമല്ലേ? സുന്നികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ MDP വന്നത്. ആ MDPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ഫാറൂഖ് മൗലവിയാണ്, ഓങ്ങല്ലൂർക്കാരൻ ഫാറൂഖ് മൗലവി, പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ. അയാൾ പറഞ്ഞു, ഇത് സുന്നികളുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത്, മഹാനായ കണ്ണീത്ത് ഉസ്താദിനെ കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു പ്രത്യേകമായ പണ്ഡിത സമ്മേളനം വെച്ചു. പണ്ഡിത സമ്മേളനം. സമസ്തക്ക് അങ്ങനെ ഒരു പണ്ഡിത സമ്മേളനം നടത്തേണ്ട ആവശ്യം അവിടെ ഇല്ല, മുസ്ലിം ലീഗിന്റെ ആവശ്യമാണ്. പക്ഷേ സമത്വയുടെ ആലിമീങ്ങൾ കൂട്ടുമൽ ഉസ്താദ് വന്നു, കണ്ണീത്ത് ഉസ്താദ് വന്നു. അവർ ആ പണ്ഡിത സമ്മേളനത്തിൽ വെച്ച് കാര്യം തുറന്നു പറഞ്ഞു, അങ്ങനെ ഒരു സംഘടന സുന്നിക്കില്ല, അതിലാരും വഞ്ചിതരാവണ്ട, കൃത്യമായിട്ടാണ് പറഞ്ഞു. ആ പ്രതിസന്ധി തീർന്നു. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായം. ഇതൊരു ബന്ധമാണ്. അതിന്റെ തൊട്ട് അടുത്ത ദിവസമാണ് നേരത്തെ അവർ നിശ്ചയിച്ചിരുന്ന ഒരു പണ്ഡിത സമ്മേളനത്തിലേക്ക് കണ്യത്തിന് ക്ഷണിച്ചിരുന്നു. കണ്യത്തിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ കണ്യത്ത് അതിനല്ല പോയത്, അതിന്റെ മുമ്പ് ഒരു സമ്മേളനം വെച്ച് അതിലേക്കാ പോയത്. വിശാലമായ സംഗതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബന്ധങ്ങൾ തകരരുത്. ഇത് തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ചാനൽ പ്രവർത്തനത്തിലൂടെയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞു നിൽക്കുന്നത്, അവരിതിങ്ങനെ ഇഷ്യൂ ആക്കുന്നത്, അവർക്ക് ചില താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൽ നമ്മൾ വീണു പോകരുത്. നമ്മൾ നമ്മുടെ ആ പരമ്പരാഗത രീതിയിൽ മുന്നോട്ട് പോകാം. ഈ എതിർപ്പുകളൊക്കെ അവഗണിക്കുക. നമ്മുടെ നേതൃത്വം എന്ത് പറയുന്നോ അതനുസരിച്ച് നിൽക്കുക. സമസ്തക്കും ശക്തി പകരുക, മുസ്ലിം ലീഗിനും ശക്തി പകരുക. രണ്ടും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ രണ്ടിലും വ്യത്യസ്ത ആൾക്കാരുണ്ടാവും, അവരങ്ങനെയും ചെയ്തോട്ടെ. മതസംഘടന വേറെയാണ്, രാഷ്ട്രീയ സംഘടന വേറെയാണ്. രണ്ടിനും രണ്ട് വഴിയാണ്, രണ്ടിനും രണ്ട് ഭരണഘടനയാണ്, രണ്ടും സ്വതന്ത്ര സംഘടനകളാണ്, രണ്ടും ഒന്നല്ല. പക്ഷേ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെ? രണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ഇരു സംഘടനകളും ഭൂരിപക്ഷം ആളുകളും രണ്ടിലും ഒരു കൂട്ടരാണ്. അപ്പൊ ഈ സദസ്സ്, ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഭൂരിപക്ഷവും സമസ്തക്കാരാണ്. അവരൊക്കെ ലീഗുകാരുണ്ട്. ഇനി ഒന്നോ രണ്ടോ സമസ്തക്കാരല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സമസ്തയിൽ ഒന്നോ രണ്ടോ ലീഗുകാരില്ലാത്ത ആൾക്കാരുണ്ടായാലും അതും കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ട് കൂട്ടിമുട്ടരുത്. അങ്ങനെ കുറുക്കന്റെ കൗശലത്തോടു കൂടി ഇതിനെ രണ്ടിനെയും കൂട്ടിമുട്ടിച്ചുകൊണ്ട് ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഈ തമ്മിൽ തല്ലുന്നത് കണ്ട് സോഷ്യൽ മീഡിയയിലെയും വാർത്താ മാധ്യമങ്ങളിലെയും ഈ തമ്മിൽ തല്ല് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ നിരാശരാക്കണം. അവർക്ക് അപ്പക്കഷ്ണം എറിഞ്ഞു കൊടുക്കരുത്. അതിനുള്ള ബുദ്ധിയും തന്റേടും നമ്മൾ പ്രകടിപ്പിക്കണം.
അതിന് പൊളിറ്റിക്സ് പഠിച്ച കുട്ടികൾ മുന്നോട്ട് വരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ നല്ല അവസരത്തിൽ ഇത്രയെങ്കിലും നിങ്ങളോട് പറയാനായത് ഈ വിഷയത്തിന്റെ ഒരു മർമ്മം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശാരീരിക പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റവസരത്തിൽ ഇനി നമുക്ക് തുടരാം. അർഹമുർ-റാഹിമായ തമ്പുരാൻ ഈ മഹത്തായ സംഗമം ഒരു സൽക്രമമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് അല്ലാഹുവെ പലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന സാധുക്കൾക്ക് നിന്റെ മഹൽ ഫദൽ കൊണ്ട് നീ സുരക്ഷ പ്രദാനം ചെയ്യണേ തമ്പുരാൻ. അവർക്ക് വേണ്ടി ഐക്യദാർഢ്യ റാലി കോഴിക്കോട്ട് നടക്കുന്നുണ്ട്. ആ ഐക്യദാർഢ്യ റാലിയിൽ നിങ്ങൾ കണ്ണിയായി ചേർന്നുകൊണ്ട് ഈ ജനശക്തി ആരവം ലോകത്ത് അറിയിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. മർദ്ദിതരുടെ കൂടെ ലോകമുണ്ടെന്ന് തെളിയിക്കണം. അർഹമുർ-റാഹിമായ തമ്പുരാൻ ഈ നാട്ടിൽ ദീനിനും ഈ പ്രസ്ഥാനത്തിനും പൂർവ്വകാലത്ത് കഠിന പരിശ്രമം നടത്തിയ എല്ലാവർക്കും, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഈ സദസ്സിൽ നമ്മൾ ഒന്നിച്ചതുപോലെ നാളെ അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ ഒന്നിപ്പിക്കട്ടെ. ഇങ്ങനെ നല്ല പരിപാടി ആവിഷ്കരിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് അല്ലാഹു ഇതൊരു ദീനി ദഅവത്ത് പോലെയുള്ള പ്രവർത്തനമാക്കി മാറ്റി കൊടുക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.